എന്താണ് ഈ രാജമ്മ അറ്റ് യാഹു? ഒരു ചായ. ഞാൻ കരുതി ആ ക്യാരക്ടർ മാത്രമാണ് പൊട്ടിയെന്ന്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഒരു പൊട്ടിയാണല്ലേ? അല്ല, ശരിക്കും ഞാൻ പൊട്ടിയല്ല. നമ്മള് കുറെ ചിരിച്ചു മറിയും. എന്തെങ്കിലുമൊക്കെ ചെയ്യോ? അടുത്തങ്ങ് മാറിയെന്നില്ല, ചിലപ്പോ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ബാഹുബലിയിലെ നായകനെ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം അയാളാ മല കയറാൻ വേണ്ടി പെടുന്ന ഒരു പാടുണ്ടല്ലോ. അതെ, കയറുന്നു, വീഴുന്നു, വീണ്ടും കേറുന്നു, തരും ചങ്കം തല്ലി വീഴുന്നു. ഇത് കണ്ടപ്പോ എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മ വന്നത്. പ്രേമം എന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെ തീയാണ് കണ്ണേ. നമസ്കാരം. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ-പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ വാസിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കോമഡി സൂപ്പർ നൈറ്റിന്റെ ഇന്നത്തെ ഈ ചിരി അരങ്ങിലേക്ക് നമുക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സുരാജ് ഏട്ടനെ. ഹായ്, നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? അശ്വതിക്കോ? പിന്നെ എന്നാ പിന്നെ വച്ച് താമസിപ്പിക്കണ്ട. എനിക്കും ഒരുവിധം സുഖം തന്നെയാണ്. ചെറിയ മൂക്കടപ്പൊക്കെ ഉണ്ട്, എന്നാലും അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്നത്തെ അതിഥിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇന്നത്തെ അതിഥി എന്ന് പറയുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. മാത്രമല്ല ഞങ്ങൾ ഒരു സ്ഥലത്താണ് താമസം. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. മിമിക്രി വേദിയിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് വിളിക്കാം ചേട്ടൻ. ഇപ്പൊ ആരെങ്കിലും മിമിക്രി ഇതുവഴി പോയി കഴിഞ്ഞാലും ചേട്ടൻ അതിൽ തന്നെ കയറി പിടിച്ച് ബൂസ്റ്റ് ചെയ്യാൻ ഉദ്ദേശം എന്താ? അതിന് കാരണമുണ്ട്. കാരണം ഇന്ന് മിമിക്രി കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. അപ്പോൾ അദ്ദേഹവും അതുപോലെ വേണം. മിമിക്രി കൊണ്ടാണ് ഇതുവരെ എത്തിയത്. മിമിക്രിയിൽ നിന്നും മലയാള സിനിമാ വേദിയിൽ എത്തിയെന്ന് പറയാൻ ഒരു മിമിക്രിക്കാരനായ എനിക്ക് ഒരു ആക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് സന്തോഷമാണ്, അഭിമാനമാണ്. ആ അഭിമാനത്തോടു കൂടി, നല്ല ഹർഷാരവത്തോടു കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. മിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമയിലെത്തി കോമഡി വേഷങ്ങളും വില്ലൻ വേഷങ്ങളും ക്യാരക്ടർ വേഷങ്ങളും തനിക്ക് ഇണങ്ങും എന്ന് തെളിയിച്ച നമ്മുടെ എല്ലാം പ്രിയ താരം കലാഭവൻ ഷാജോ. ഇനിയുമുണ്ടൊരു താരം. ആരാണത്? രാജമ്മ അറ്റ് യാഹു എന്ന ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്ത ഒരു നടി കൂടിയാണ് നമ്മളോടൊപ്പം ഇന്ന് ചേർന്നത്. ഒട്ടേറെ ടെലിവിഷൻ പരമ്പരകളിലൂടെയും സിനിമകളിലൂടെയും ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ സ്നേഹ. കലാഭവൻ ഷാജോൺ ആൻഡ് സ്നേഹ. मालूमा डोलमा ऐसा लंगड़ी मालूमा तेची गली जिन्हें क्रैकी उठा सालमा अरिकल गरिकल कोत उठा गलगले पलचिन पल बलक मिटा मेल लोकले डमगना डुमगना टोला कटा घुमगना घुमगना डुमा गली अटी पना यनगिना डोलमा आलमा डोलमा ऐसा लंगड़ी मालमा तेची गली जिन्हें क्रैकी उठा सालमा अरिकल गरिकल कोत उठा गलगले पलचिन पल बलक मिटा मेल लोकले നമസ്തേ അളിയ. ഈ രണ്ട് വ്യക്തികളും രണ്ടാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു ഇവിടെ എത്തുന്നത് ഈ വേദിയിൽ. ഒരുപാട് സന്തോഷമുണ്ട്. വന്നിട്ട് ഇതുപോലെ സംസാരിച്ച എല്ലാ ചിത്രങ്ങളും സൂപ്പർ ഹിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു രാജമ്മ അറ്റ് യാഹു അതും ഒരു ഗംഭീര ചിത്രമായി വീണ്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ എത്തിയതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം. പറയൂ, എന്താണ് ഈ രാജമ്മ അറ്റ് യാഹു? ശരിക്കും ഇന്റർനെറ്റുമായിട്ടുള്ള വിഷയങ്ങളാണോ ചിത്രത്തിൽ പ്രതിപാദിക്കുന്നത്? അതായത്
ചാക്കോച്ചനും ആസിഫും ഡെയിലി ഇമെയിൽ ചെയ്യുന്നവരാണ്. അങ്ങനെ അപ്പോൾ രാവിലെ മുതൽ ഇങ്ങനെ മെയിൽ വിട്ട് 9:50 മെയിൽ പൊള്ളാച്ചിക്കപ്പുറത്ത് വെച്ച് പാളം തെറ്റും. എന്റെ സുരാജ് ഇത് കമ്പ്യൂട്ടറും മെയിലുമായിട്ട് ബന്ധപ്പെട്ടൊന്നല്ല. ഇത് രാജമ്മ എന്ന് പറഞ്ഞാൽ ചാക്കോച്ചൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേരാണ് രാജമ്മ. വിളിപ്പേരാണ് രാജമ്മ. യോഹന്നാൻ എന്നാണ് ആസിഫ് അവതരിക്കുന്ന കഥാപാത്രത്തിന് പേര്. അതിന് ചുരുക്കി വിളിക്കുന്നതാണ് യാഹു. അതാണ് രാജമ്മ യാഹു. എന്റെ പൊന്നളിയ സിനിമ ഞാൻ റിലീസിന്റെ അന്ന് തന്നെ തിയേറ്ററിൽ പോയി കണ്ടതാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. പലർക്കും എന്താണ് രാജമ്മ യാഹു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നോട് പല സുഹൃത്തുക്കളും ചോദിച്ചു. അപ്പൊ അവർക്കെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ആൻസർ. വളരെ നന്നായി. ആ ചിത്രത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള വേഷങ്ങൾ ചെയ്ത രണ്ട് വ്യക്തികളാണ് ഷാജോണും സ്നേഹയും. ആ ക്യാരക്ടറിന്റെ പേര് എനിക്കറിയാം, പവിത്രൻ. എന്നാലും അതിന് വിശദമായിട്ടൊന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു. ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് ഒരു പവിത്രൻ എന്നാണ്. ഇദ്ദേഹം ഒരു വില്ലേജ് ഓഫീസറാണ്. വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഇദ്ദേഹത്തിന് ജോലി മാത്രമാണ്, വേറെ ഒന്നിനും ശ്രദ്ധിക്കില്ല. രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, കുരുതിടുക, വൈറ്റ് ആൻഡ് വൈറ്റ് ഇടുക, കൊടയെടുക്കുക, ബാഗ് എടുക്കുക, ടിഫിൻ ബോക്സ് എടുക്കുക, നേരെ ജോലിക്ക് പോവുക. അതിനിടയ്ക്ക് അമ്മയോ ഭാര്യയോ ഒന്നും മൈൻഡ് ചെയ്യില്ല. അമ്മയും ഭാര്യ ഒന്നും അല്ല. അത് കൂടുതൽ വിശദമാക്കുന്നില്ല, കാര്യം അത് സിനിമ കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അത് കൂടുതൽ. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇങ്ങനെ ഉള്ളൊരു ക്യാരക്ടറൈസേഷൻ ഇതുവരെ വന്നിട്ടില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. എന്തായാലും ഉഗ്രൻ വേഷമായിരുന്നു. അത് എഴുതിയത് നമുക്ക് എല്ലാവർക്കും അറിയാം, നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച ചിന്തുരാജേട്ടനാണ് അതിന്റെ റൈറ്റർ. അതുപോലെ തന്നെ അതിന്റെ സംവിധായകൻ രഘുരാമ വർമ്മ നമ്മുടെ ലാൽജോ സാറിന്റെ അസോസിയേറ്റ് ആയിരുന്നു. അദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ കൂടിയാണ്. ഗംഭീര ചിത്രമാണ്. പിന്നെ അതില് താങ്കളുടെ ഭാര്യയായിരുന്നു ഈ നിൽക്കുന്ന സ്നേഹ. ശരിക്കും ഒരു ചായ, ആ സിനിമ കണ്ടവർക്ക് ചായ എന്ന് പറയുമ്പോൾ അറിയാതെ ചിരിച്ചു പോകും. പറയൂ ചിത്രത്തിന്റെ വിശേഷങ്ങളും ക്യാരക്ടറിനെ കുറിച്ചും. ക്യാരക്ടറിന്റെ പേര് ഇന്ദു എന്നാണ്. ചേട്ടന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അത്യാവശ്യം ശൃംഗാരിയൊക്കെ ആയിട്ടുള്ള ഒരു ഭാര്യ. സാധാരണ ഭർത്താക്കന്മാരാണ് ഭാര്യമാരെ സന്തോഷിപ്പിച്ച് ഇന്നിപ്പോ അവരെ കൊണ്ട് അവിടെ വാങ്ങിക്കൊടുക്കുന്നത്. ഇത് നേരെ തിരിഞ്ഞ. ഇയാള് വൈറ്റ് ആൻഡ് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്ദു എന്നാണ് സ്നേഹയുടെ ക്യാരക്ടറിന്റെ പേര്. ഇന്ദുവിന്റെ ഇൻട്രൊഡക്ഷൻ തന്നെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് എന്നൊക്കെ വിളിക്കുന്ന ഒരു ഭാര്യയാണ്. പക്ഷെ എന്ത് വിളിച്ചാലും മൂപ്പര് വീഴില്ല. മൂപ്പരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പരിപാടികളാണെന്നറിയാം പുള്ളിക്കാരി ചെയ്തു കൂട്ടുന്നത്. ലാലേട്ടന്റെ ചിത്രത്തിലെ അങ്ങനെ പറഞ്ഞു പറഞ്ഞ ക്ലൈമാക്സ് കൂടെ അങ്ങ് പറയാല്ലേ. മറ്റു കഥാപാത്രങ്ങളുടെ വിശേഷങ്ങൾ. ഈ പറഞ്ഞ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി, ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയത് ചാക്കോച്ചന്റെ ആസിഫിന്റെ ഒരു കോമ്പിനേഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും അവര് രണ്ടുപേരും ഇതിനു മുൻപ് സെവൻസ് എന്ന് പറയുന്നൊരു സിനിമയിലാണെന്ന് തോന്നുന്നു ഒരുമിച്ച് അഭിനയിച്ചത്. പക്ഷേ ചേട്ടനും അനിയനുമായിട്ടാണ് ഇതിൽ. അപ്പം ത്രൂ ഔട്ട് അവരുടെ ഒരു കോമഡിയാണ്. ബാക്കി ഞങ്ങളുടെ ക്യാരക്ടേഴ്സ് എല്ലാം ഹ്യൂമറിന് പ്രാധാന്യമുള്ളതാണെങ്കിലും ഏറ്റവും കൂടുതൽ സിനിമ കണ്ട എല്ലാവരും പറയുന്നത് ഇവരുടെ ഒരു കോമ്പിനേഷനാണ്. അത് ആ ലൊക്കേഷനിലാണെങ്കിൽ ഇവരുടെ ഒരു കെമിസ്ട്രി ഭയങ്കര രസമായിരുന്നു. കാര്യം ചാക്കോച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഫ് എന്ന് പറഞ്ഞ ഒരുപാട് കുസൃതിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഫുൾ ടൈം ഒരു സ്ഥലത്ത് വെറുതെ ഇരിക്കുകയല്ല, ഫുൾ ടൈമായിട്ട് ഓടിച്ചാടി നടന്ന് അത് ഇത് നടക്കുന്ന ഒരാൾ. ചാക്കോച്ചൻ നേരെ ഓപ്പോസിറ്റാണ്. വളരെയധികം ഒരുപാട് ഡീസൻ്റ് ആൾക്കാരുണ്ട്. ഞാൻ സുരാജൊക്കെ ഒരുപാട് ഡീസൻ്റ് ആണെങ്കിലും മലയാള സിനിമയിലെ കൂടുതൽ ഡീസൻ്റ് എന്നറിയപ്പെടുന്ന ഒരാളാണ് ചാക്കോച്ചൻ. ചാക്കോച്ചനകത്ത് കുറേ സീക്വൻസ് ഒക്കെ ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ മദ്യ ഗ്ലാസ്സൊക്കെ പിടിച്ചോണ്ടിരിക്കുക, സിഗരറ്റ് ഒക്കെ ചുണ്ടത്ത് വെച്ച് കത്തിക്കുക, ഒന്നും ചാക്കോച്ചൻ ലൈഫിൽ ചെയ്യാത്ത കാര്യങ്ങൾ. ഇതൊക്കെ ചെയ്ത് ലൊക്കേഷൻ വെച്ച് കണ്ടപ്പോൾ ആസിഫ് പറയായിരുന്നു, എനിക്ക് സന്തോഷമായി. ഇങ്ങനെ സിനിമയിലെങ്കിലും ചാക്കോച്ചൻ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അവർ തമ്മിൽ കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. പിന്നെ എടുത്തു പറയേണ്ടത് ഹരീഷ് എന്ന് പറയുന്ന ഒരു പുതിയ ഹരീഷിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കും കൂടെ ഒരു അഭിമാനമാണ്. കാരണം മിമിക്രി വേദിയിൽ നിന്നും സിനിമയിലേക്ക് കാലെടുത്ത് വെച്ച ഒരു യുവ പ്രതിഭയാണ്. മാത്രമല്ല ലൂണാർസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഒരു ഭാഗം കൂടിയാണ് അദ്ദേഹം. ഇതിലെ സ്കിറ്റ് അവതരിപ്പിക്കുന്ന നമ്മുടെ ആർട്ടിസ്റ്റാണ്. അതിഗംഭീര ടൈമിംഗ് ഉള്ള ആർട്ടിസ്റ്റാണ്. ഹരീഷ് ഗംഭീരായിരുന്നു. പിന്നെ ഒരുപാട് പേരുണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന. സേതുലക്ഷ്മി അമ്മയാണ് എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ് അവാർഡ് വിന്നറായിരുന്നു. എന്തായാലും നമുക്ക് ഫാമിലി ആയിട്ട് പോയിരുന്ന് കണ്ട് ചിരിച്ച് 2.25 മണിക്കൂർ സമയം എല്ലാം മറന്നിരുന്ന് ചിരിച്ച് കണ്ടുപോരാൻ പറ്റുന്ന ഒരു സിനിമയാണ് രാജമാറ്റ് യാഹു. സ്നേഹ പറയ്, സ്നേഹയുടെ വിശേഷങ്ങൾ പറയും. അല്ല, വിശേഷങ്ങളൊന്നുമില്ല. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്തില്ല, നോൺ സ്റ്റോപ്പ് ആണ്. ഈ ലൊക്കേഷനിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചിരിച്ചത് സ്നേഹയുടെ ചിരി കേട്ടിട്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് കീ കൊടുത്തോണ്ട് വരുമല്ലേ? അവിടെ ഞങ്ങള് ദംഷറാസ് കളിയായിരുന്നു. അതിനിടയ്ക്ക് സ്നേഹയുടെ ഈ ചിരിയായിരുന്നു ഏറ്റവും കൂടുതൽ. പിന്നെ എനിക്ക് ഈ പഴയ സിനിമയുടെ പേരുകളൊന്നും അറിയില്ല. പക്ഷെ കാണിക്കണോട്ട് എനിക്ക് എല്ലാം മനസ്സിലാവും. അത് സിനിമ പേരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇവരൊക്കെ പറയും. പക്ഷെ അപ്പൊ ഞാൻ തോക്കില്ലേ, എനിക്ക് സിനിമ പേരാണ് അതെന്ന് അറിയില്ല. എല്ലാം ക്ലൂ ഒക്കെ എനിക്ക് പറയാൻ പറ്റും. ഞാൻ കരുതി ആ ക്യാരക്ടർ മാത്രമാണ് പൊട്ടിയെന്ന്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഒരു പൊട്ടിയാണല്ലേ? അല്ല,
ശരിക്കും ഞാൻ പൊട്ടിയല്ല. മനസ്സിലായല്ലോ ശരിക്കും. എനിക്ക് ചിരി കാണുമ്പോ ചാക്കോച്ചന്റെ വൈഫ് ഇതുപോലെ ചിരിക്കണം. അങ്ങനെ ശരിയാ, വാ ശരിയാ. തുറന്ന് ഒരു ദിവസം വന്നിരുന്നു. ആണോ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയപ്പോ എന്തായിരുന്നു? ഞങ്ങൾ ആദ്യം കുറച്ചു നേരം അടുത്ത് നിന്ന് ആ. ചിരിച്ചു വർത്താനം പറഞ്ഞു. പിന്നെ മനസ്സിലായോ രണ്ടുപേരും പറയണേ അവക്കാണോ ഭ്രാന്ത് എനിക്കാണോ ഭ്രാന്ത്? പിന്നെ ഞാൻ കുറച്ച് മാറി നിന്ന് വീക്ഷിക്കാൻ തുടങ്ങി. അപ്പൊ മനസ്സിലായല്ലേ? ഞാനാ ഭേദം. ചാക്കോച്ച പറഞ്ഞല്ലോ നോട്ട് ദ പോയിന്റ്. അപ്പോൾ രാജമ്മ അറ്റ് യാഹു ഇപ്പോൾ സൂപ്പർ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷം. അടുത്ത് ചോദിക്കാനുള്ളത്, അതിനു മുമ്പ് താങ്കൾ ഒരു പടത്തിൽ അഭിനയിച്ചു, വൻ ഹിറ്റായിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അമർ അക്ബർ ആന്റോണി. അതില് ആ ക്യാരക്ടർ ആർക്കും മറക്കാൻ കഴിയില്ല. എന്താ ജഡായു സാബു. സാബു. ജഡായു സാബു. ആ ജഡായു സാബുവിന്റെ ക്യാരക്ടർ ഉഗ്രനായിരുന്നു. പിന്നെ അതവിടെ നിൽക്കട്ടെ, അതില് പിന്നെ വമ്പൻ കക്ഷികളുമായിട്ട് ഷാജോൺ ഇപ്പൊ നിരന്തരം പാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നാണ്. എന്താ ഈ മിമിക്രിയൊക്കെ അങ്ങ് മറന്നോ? ഇപ്പൊ പാട്ടിലേക്ക് ഇറങ്ങി. അതിലെ സൂപ്പർ ഹിറ്റ് ഗാനമാണ് ആ പാട്ട്. നിങ്ങൾ 4 പേര് ചേർന്നാണ്, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ജയസൂര്യ. കൂടെ ഞാനും ഉണ്ടായിരുന്നു ആ പാട്ട് പാടാൻ. അപ്പൊ പാട്ട് എന്തായാലും ഭയങ്കര ഹിറ്റാണ്. ഇപ്പൊ കുട്ടികളൊക്കെ അത് പാടിക്കൊണ്ട് നടക്കുന്നത് ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പൊ ആ പാട്ട് നമുക്കൊരു 4 പേര് കേൾക്കാം. കേൾക്കണോ? Hey! പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെ തീയാണ് കണ്ണേ. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെ തീയാണ് കണ്ണേ. കള്ളു കുടിച്ചാലും പോവൂല, അത് സ്വാമി വലിച്ചാലും മാറൂല. കള്ളു കുടിച്ചാലും പോവൂല, അത് സ്വാമി വലിച്ചാലും മാറൂല. ചങ്കു പറിച്ചെടുത്ത് പെണ്ണുങ്ങടെ കൈ കൊടുത്താലും അത് ചെമ്പരത്ത് പൂ എന്ന് പറഞ്ഞിട്ട് നീയൊക്കെ ദൂരെ എറിഞ്ഞു കളഞ്ഞില്ലേ പെണ്ണേ. ഒരു ചെമ്പരത്തി, ആ ചെമ്പരത്തി പൂവെടുത്ത് ചെവിയിൽ ചൂടും നാം, പിന്നീ നാട്ടിലെ ശശിയാകും ശശാങ്കനാകും. ആ ചെമ്പരത്തി പൂവെടുത്ത് ചെവിയിൽ ചൂടും നാം, പിന്നീ നാട്ടിലെ ശശിയാകും ശശാങ്കനാകും. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെ തീയാണ് കണ്ണേ, അത് കരളിനുള്ളിലെ തീയാണ് കണ്ണേ. താങ്ക് യു. അടിപൊളി പാട്ടായിരുന്നു. ഇപ്പൊ ശരിക്കും വിശ്വാസമായി. എന്താണ്? അല്ല 4 പേര് കൂടി പാടിയപ്പോ ഞങ്ങൾ അത്ര വിചാരിച്ചില്ല. വിചാരിച്ചല്ലേ? പിന്നെ ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഈ പാട്ടിലങ്ങ് മുങ്ങിപ്പോകരുത്. ബെൻ എന്ന ചിത്രത്തിലും സ്നേഹ അസാധ്യ പ്രകടനമായിരുന്നു കാഴ്ചവെച്ച ഒരു ടീച്ചറുടെ വേഷമായിരുന്നു. ഉഗ്ര സിനിമ. എനിക്ക് തോന്നുന്നു അത് സ്കൂളുകൾ തോറും കാണിക്കേണ്ട ഒരു സിനിമയാണ്. എല്ലാ കുഞ്ഞുങ്ങളും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ബെൻ. ഇനിയിപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന രാജമ്മ അറ്റ് യാഹു അതവിടെ നിൽക്കട്ടെ. ശ്രീനേരം ഡാൻസ് കളിച്ചിട്ടേ ബ്രീത്ത് കിട്ടുന്നില്ല. ഷാജോൺ ഇപ്പൊ ഈ മിമിക്രി കലാകാരനായിട്ടാണ് മലയാള സിനിമയിൽ വന്നത്. ഇപ്പൊ പാട്ടുകാരനായിട്ട് അങ്ങ് ഒതുങ്ങിയോ? മിമിക്രിയൊക്കെ മറന്നുപോയോ? മിമിക്രി ഉണ്ട്. മിമിക്രി ഉണ്ട്. മിമിക്രി പുതിയൊരു സംഭവം ഇപ്പൊ ചെയ്യുന്നുണ്ട്. പുതിയത് നമുക്ക് എല്ലാവരും കാതോർത്തിരിക്കുകയാണ്. ഷാജോന്റെ ആ പുതിയ ഐറ്റം എന്താണ് പുതിയത്? ഉമ്മൻചാണ്ടിയുടെ ഒരു സംഭവം. എന്റെ ദൈവം, ഉമ്മൻചാണ്ടിയുടെ സംഭവമൊക്കെ പുതിയതാണോ പഴയതല്ല? എത്ര നാളുകൊണ്ട് എല്ലാ പിള്ളേരും ഇമിറ്റേറ്റ് ചെയ്യുന്നല്ലേ? അതല്ല, അങ്ങനെ പറയല്ലേ. ഉമ്മൻചാണ്ടിയുടെ നമ്മള് ശബ്ദം എല്ലാവരും അനുകരിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഒരു പുതിയൊരു ഡയലോഗാണ്. പുതിയ ഡയലോഗ് അതാണ് നമുക്ക് വേണ്ടത്. ഉമ്മൻചാണ്ടി സാറിന്റെ പുതിയ ഡയലോഗ്. റെഡി സാർ? ഉമ്മൻചാണ്ടി ഞാൻ അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ ബാഹുബലി സിനിമയെ കുറിച്ച് ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിനുമായിട്ടുള്ള ചോദ്യം. ഞാനൊരു പത്രപ്രവർത്തനമായിട്ട് വരാം. വന്നു. ഓക്കെ. നമസ്തേ സർ, സുഖാണോ? സുഖാണോ? തെളിവുണ്ടോ? 2 കോടി മേടിക്കുന്ന കണ്ടതായിട്ട് തെളിവുണ്ടോ? തെളിവില്ലാതെ നിങ്ങൾ അതും ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല സാറേ. ഞാനിപ്പോ എന്താ ചോദിച്ചതെന്നറിയോ? എന്താ ചോദിച്ചത്? സുഖാണോന്നാ ചോദിച്ചത്. സാർ എന്താ പറഞ്ഞതെന്നറിയോ? എന്താ പറഞ്ഞേ? 2 കോടി എന്തോ ഞാനിത് എടുത്തിട്ടില്ല. അത് ഈ പത്രക്കാര് ചോദിക്കാൻ വേണ്ടി കാണാതെ പഠിച്ച് വെച്ച് ആര് ചോദിച്ചാലും ഇപ്പൊ അറിയാതെ തെളിവുണ്ടോ? തെളിവില്ലാതെ വിശ്വസിക്കരുത്. ഇത് മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, നന്നായിരുന്നു സാർ. എനിക്ക് അടുത്തൊരു ചോദ്യമുണ്ട് സാറേ. ഈ യക്ഷിയിലൊക്കെ സാറിന് വിശ്വാസമുണ്ടോ? ഇല്ല, യക്ഷിയില്ല. യക്ഷിയില്ലേ? യക്ഷിയില്ല. ഇല്ലാന്ന് സാർ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണം എന്താ? പാലയിലുണ്ടെന്ന് പറയുന്ന ഒന്നിനും തെളിവില്ല. അപ്പൊ ഈ
തെളിവില്ലാത്തതിനെ കുറിച്ചൊന്നും നമ്മൾ ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. അത് വിശ്വസിക്കരുത്. ഓക്കെ സാർ. സാർ, ഈ ബാഹുബലി സിനിമയെ കുറിച്ച് എന്താണ് സാറിന്റെ അഭിപ്രായം? ബാഹുബലി കണ്ടായിരുന്നോ? ബാഹുബലി നല്ല സിനിമയല്ലേ? നല്ല സിനിമയാണ്. അതിലെ നായകനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സാർ, എന്താ ഈ നായകനെ തന്നെ ഏറ്റവും കൂടുതൽ, ബാഹുബലിയിലെ നായകനെ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം? അതായത് അയാള് മല കയറാൻ വേണ്ടി പെടുന്ന ഒരു പാടുണ്ടല്ലോ. അതെ. കയറുന്നു, വീഴുന്നു, വീണ്ടും കയറുന്നു, ചങ്കം തല്ലി വീഴുന്നു. ഇത് കണ്ടപ്പോ എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മ വന്നത്. കറക്റ്റാണ് സാർ. സാർ വീണ്ടും അങ്ങോട്ട് കയറും. കാരണം ഈ 5 വർഷമാകുന്ന ഭരണം എന്ന മലയുണ്ടല്ലോ, അത് കയറാൻ വേണ്ടി ഞാൻ പെടുന്ന ഒരു പാട്. അതിൽ ആ നായിക കൊച്ചു വന്നിട്ട് കൈ പിടിച്ച് ഇങ്ങനെ കാണിച്ച് ആ നായകനെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അതിൽ നായികയാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇവിടെ ഒരുത്തി വന്നിട്ട് അവളുടെ കയ്യിൽ എന്തൊക്കെയോ കത്തുണ്ട്, അതിൽ കുറെ പേരുടെ പേരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ കാലെ പിടിച്ച് വലിച്ച് താഴേക്കിടാൻ നോക്കുന്നു. പക്ഷെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അതിലെ നായകൻ അവസാനം ചെയ്ത പോലെ നെഞ്ചത്തേക്ക് ഒരമ്പെടുത്ത് ഇത് കേട്ടിട്ടാണെങ്കിലും 5 കൊല്ലമാകുന്ന ഭരണം ഞാൻ തികയ്ക്കും. പിന്നെ ഈ ബാഹുബലി ടീമിനെ നമുക്ക് കേരളത്തിലെ പ്രയോജനപ്പെടുത്താം. എങ്ങനെയാണ് സാർ പ്രയോജനപ്പെടുത്തുന്നത്? മെട്രോ ജോലികളൊക്കെ വളരെ സ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ കൊണ്ടുവരികയാണെങ്കിൽ മറ്റേ കല്ലെടുത്ത് വിടുന്ന മറ്റേ സാധനമൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് കയറ്റി വിടുകയാണെങ്കിൽ എവിടെയെങ്കിലും പോയി പതിവ് അങ്ങനെ പണി നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഓക്കെ. എന്തായാലും ഇത് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടാണെങ്കിലും ഇത് പുതിയ ഡയലോഗായിരുന്നു. വളരെ ഇമ്പ്രസീവായി. അടിപൊളി, അടിപൊളി. നമ്മൾ മാത്രം ഇങ്ങനെ എല്ലാരും ചിരിപ്പിച്ചാൽ പോരല്ലോ, ഇവിടെ നടക്കുന്ന ചിരി നമുക്കും ഒന്ന് കണ്ട് ആസ്വദിക്കണ്ടേ? അപ്പൊ കുറച്ച് സമയം ആ സീറ്റിലിരിക്കാം. അതിഥികൾക്കുള്ള ഇരിപ്പിടം അതാണ്. ആ ഇരിപ്പിടത്തിലിരിക്കാം. അതെ, ഞാൻ എന്നെ മനസ്സിലാക്കാണല്ലോ, ഞാൻ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ട ഡ്രൈവറാണ്. നിങ്ങൾ ഈ ആരുടെയോ കയ്യിൽ നിന്നൊരു സാധനം മിസ്സായിട്ട് വണ്ടിയിൽ ഇരിപ്പുണ്ട്. തെളിവ് സഹിതം പറയുവാണെങ്കിൽ ഞങ്ങൾ തരാത്. ആ ചേച്ചി, ആ പേഴ്സൺ തുറന്നു നോക്കണ്ട. പേഴ്സണകത്തിരിക്കുന്ന സാധനമല്ല, അതിന് മേളിലുള്ള സംഭവമാണ്. സംഭവം ഞാൻ ഇവിടെ ഓഡിയൻസിനെ കൊണ്ട ഡ്രൈവറാ. ഈ വണ്ടിക്കകത്ത് വെച്ചത് ആ ഒരു സംഭവം മറന്നു പോയിട്ടുണ്ട്, ഒരു സാധനം. അപ്പൊ അത് ഇങ്ങനെ സത്യസന്ധമായിട്ട് കൊടുത്തിട്ട് സത്യസന്ധത തെളിയിക്കാൻ വേണ്ടിട്ട് ഞാൻ വന്നതാ. അയ്യോ, എന്റെ പേരെങ്ങനെ മനസ്സിലായി? പേരെഴുതി വെച്ചിട്ടുണ്ടോ? അയ്യോ, എനിക്ക് ഇനിഷ്യലുകളുണ്ട്. PS മണി എന്നാണ് എന്റെ പേര്. ഏത് നാട്ടുകാരനാ? ഞാൻ മനസ്സുകൊണ്ട് അടിമാലിക്കാരനാ. പക്ഷേ രൂപം കൊണ്ട് ആഫ്രിക്കക്കാരനാ. ആഫ്രിക്കക്കാരനാ? ആ കൊച്ചു നല്ല കൊച്ചാണ് കേട്ടോ. സുരാജിന്റെ കൂടെ കൂട്ടി മെനക്കെട്ട കോമഡിയൊക്കെ പറഞ്ഞോണ്ട് വന്നേക്കാ. അതല്ല ചേട്ടാ, ഞാൻ ചോദിച്ചത് ക്യാഷ് ആണോ കിട്ടിയതെന്ന്. ഈ കൊച്ച എന്നാ വർത്താനേ പറഞ്ഞേ? സ്ക്വാഷ കിട്ടിയെങ്കിൽ ഞാൻ വീട്ടിൽ പോയി പെണ്ണുമ്പോഴും പിള്ളേരുമായിട്ട് കലക്കി ഞാൻ കുടിക്കൂല. ഇങ്ങോട്ട് കൊണ്ടുവരുവോ? ചേട്ടാ, അതല്ല, പൈസ പണമാണോ കിട്ടിയതെന്ന്, കളഞ്ഞു കിട്ടിയത്. ആ, പണമല്ല കിട്ടിയേ. പണം കിട്ടിയെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുവോ? പണം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് പോലുള്ളൂ. അപ്പൊ പിന്നെ സത്യസന്ധനാന്ന് മുമ്പേ പറഞ്ഞതോ? അല്ല, സത്യസന്ധൻ. ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ സത്യസന്ധനായി വരുന്നതേ ഉള്ളൂ ഞാൻ. അതിപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ കിട്ടിയ സ്ഥാനത്തിന്റെ പേരെന്താ? ഇപ്പൊ കിട്ടിയ സ്ഥാനത്തിന്റെ പേര് വാ തുറന്ന് പറഞ്ഞാലല്ലേ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. സംസാരിക്കുന്ന തത്തയാണോ? തത്തയല്ല, കാക്ക. എന്റെ പൊന്നു പെങ്ങളെ, സംസാരിക്കില്ല എന്ന സാധനം. സംസാരിക്കില്ലേ? എന്ത് സാധനം അത്? കൊണ്ട് ചാമുണ്ടി വിളയാട്ടം പിടിവിട്ട നെട്ടോട്ടം പട്ടപാള് പിച്ചാത്തി പടി പോര ഇതൊരിവെട്ടു കേസാണി കൊണ്ട് ചാമുണ്ടി വിളയാട്ടം പിടിവിട്ട നെട്ടോട്ടം പട്ടപാള് പിച്ചാത്തി പടി പോര ഇതൊരിവെട്ടു കേസാണി. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. എടാ മാമ, നീ എന്നാ അവിടെ ഒറ്റക്കിട്ട്? അയ്യോ, നീ എന്നാ അവിടെ ഒറ്റക്കിട്ടിട്ട് വന്നതാ? അവിടെ ഇത്ര വലിയ കോക്കാച്ചിറ മാമ. കോക്കാച്ചിയോ? എടാ, ഈ ലോകത്തിൽ നിന്നെക്കാളും വലിയ കോക്കാച്ചി ഉണ്ടോടാ? സാധനം പച്ചക്കുതിരയാ? പച്ചക്കുതിരയാണോ മഞ്ഞക്കുതിരയാണോ എനിക്കറിയാൻ പാടില്ല. ചേട്ടൻ തിരക്കി വന്നാണോ? അതെ, ഞാൻ ഈ ആൾക്കാരെ കൊണ്ടുവിട്ട് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോ ഈ സാധനം വണ്ടിയിലുണ്ട്. ആ, ഇതിനൊന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഞാൻ പെട്ട പാട്. ഇനി ഇവിടെ ആരെങ്കിലും ആണോ എന്ന് അറിഞ്ഞിട്ട് അവരെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോകാൻ വേണ്ടിട്ടാ. ചെയ്താലോ? ഇവിടെ മോള് ഇതങ്ങ് ഏറ്റട്ടെ, ഞാൻ പോയിട്ട് പിന്നെ വരില്ല. എനിക്ക് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. തന്നെയല്ല, ഇവിടെ ഇതുപോലെയുള്ള ആളുകൾ നിർത്താൻ പറ്റില്ല ചേട്ടാ. ഇവിടെ ഇപ്പൊ സിനിമാക്കാര്, അതുപോലെ തിയേറ്റർ ആർട്ടിസ്റ്റുകൾ, മിമിക്രി ആർട്ടിസ്റ്റുകൾ, അങ്ങനെ സിംഗേഴ്സ്, അവരൊക്കെയാണ് ഇവിടെ പറ്റുള്ളൂ. നാടകക്കാരൊക്കെ അങ്ങനെയുള്ളവരാണ് പറ്റുള്ളൂ. ഈ നാടകക്കാരാണ് ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്, തിയേറ്റർ ആർട്ടിസ്റ്റുകളല്ലോ. എനിക്ക് നാടകത്തിനോട് വല്ലാത്തൊരു പ്രേമമാണ്. നാടകക്കാരെന്ന് പറയുമ്പോൾ തന്നെ ഒരു നാടകത്തിനോട് വല്ലാത്ത പ്രേമം. ചേട്ടന് ഇഷ്ടമാണ്? ചേട്ടൻ അങ്ങനത്തെ ഒരു പ്രേമമുണ്ടോ നാടകത്തിൽ? എനിക്ക് പ്രേമം നാടകത്തിനോടല്ല, നാടക നടിമാരോടാ.
അല്ല അവിടെ നിൽക്കട്ടെ. ഇതിനിപ്പോ ഇവിടെ നിർത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു പെർഫോമൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആണല്ലേ? നമുക്ക് ഇവിടെ ഇങ്ങനെ നിർത്താൻ ഒന്ന് ചോദിച്ചു പറ്റുള്ളൂ. നോക്കിയേ, ചോദിച്ചു നോക്കിയേ. എന്തെങ്കിലുമൊക്കെ ചെയ്യോ? ആ, അടുത്തേക്ക് മാറിയുന്നില്ല, ചിലപ്പോ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എടാ, നീ എന്തെങ്കിലുമൊക്കെ ചെയ്യോ? ഇവിടെ നിൽക്കണമെങ്കിൽ അതേ പറ്റുള്ളൂ. നിന്റെ കാർന്നവര് വന്നവരെ എന്തെങ്കിലും ചെയ്യോ? പാട്ട് പാടും. പാട്ട് പാടുവോ? അപ്പൊ പാട്ട് പാടും. ആ, ഒന്ന് പാടിക്കണം. ഓ, ആ കണ്ണട വെച്ച് നന്നായി, അല്ലെങ്കിൽ ഇപ്പൊ കണ്ണ് തെറിച്ച് താഴത്തേക്ക് പോയത്. പാടറാ. എന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പുണാറിച്ചോറ് മുള്ള നാട്ടു മഞ്ഞക്കിളിയും തോറ്റു പോവണ ഉണ്ടക്കാണുള്ളൊരു പെണ്ണുർത്തി എനിക്ക് മുണ്ടേ. ആ, അവൻ ചെമ്പയുടെ ഫാമിലിയാന്ന് തോന്നുന്നു. എങ്ങനെ മനസ്സിലായി? ഒരു ക്ലാവ് കണ്ടോ ഈ ചെവിയുടെ ഭാഗത്ത്? ഈ ചെമ്പിനകത്താണ് സാധാരണ ക്ലാവ് വരാറുള്ളത്. വെട്ടിക്കൊല്ലും ഞാൻ. ഒന്നും ചെയ്യരുത്. വേറെ എന്തൊക്കെയാ നീ ചെയ്യണേ? മിമിക്രി മിമിക്രി ചെയ്യും. മിമിക്രി ചെയ്യും. മതി. ആരാ ചെയ്യണേ? പിന്നെ സുരേഷ് ഗോപി. സുരേഷ് ഗോപി എടുക്കും. ആ, അതിന് ഹൈറ്റും വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ. മറ്റേ പാട്ടാകുമ്പോ അതിന് പിടിക്കാൻ ശരി. പറ്റില്ല. മണ്ണും പൊക്കൊക്കെ ഉള്ളത്. മിമിക്രി. മോനെ ഓർമ്മ എന്തായുമോ? ഓർമ്മ കാണില്ല മോനെ. ദിനേശ സിറ്റേ അടിപൊളി ആരിപ്പോൾ തന്നെ അടിപൊളി. ഞാനിത് ഒരിക്കലും മറക്കില്ല. എടാ, ഇത് വേണ്ട, വേറെ എന്തെങ്കിലും നീ ചെയ്യോ? പിന്നെ ഇത് ഡാൻസ്. ആരെ? പിന്നെ ഭീമന്റെ ഭീമന്റെ ഒരു ഡാൻസ് ചെയ്യും. ഭീമന്റെ ആ, dance. അത് കുഴപ്പമില്ല. പാട്ടും ഇതൊന്നും പറ്റില്ല. ഡാൻസ് ആകുമ്പോ പിന്നെ ഡയലോഗില്ലല്ലോ. കുഴപ്പമില്ല. അവൻ ചെയ്യും. എന്തെങ്കിലും ചെയ്താൽ മതിയല്ലോ. പാട്ട് ആ, പാട്ട് വേണം. ആ, പാട്ട് വേണോ? ആ, പാട്ട് ഞാനിപ്പോ ഇട്ട് വരാം. പെട്ടെന്ന്. അടിപൊളി തന്നെ. നീ അടിപൊളി എന്ന് പറയണോ? അടിപൊളി തന്നെ. അല്ല, എന്റെ പൊന്നു ചേട്ടാ, ഇത്രയും ഞാനൊരു കഴിവ് കാര്യം പറയട്ടെ. മതിയോ? ഇത്രയും കഴിവുള്ളൊരു സാധനത്തിനെ എനിക്ക് എന്തായാലും ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ചേട്ടൻ തന്നെ ഇത് ഏറ്റെടുക്കണം. അയ്യോ, please, മനസ്സിലായോ? എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. ഇത് എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ട് കളയോ തിരിച്ചാ വണ്ടിക്കാൻ തന്നെ കൊണ്ടുവെക്കോ. നമ്മളെ ഉപദ്രവിക്കരുത് പ്ലീസ്. ദൈവത്തെ പോവാണോ? തിരിച്ചു വരുമ്പോ ഇവിടെ ഈ സാധനം കാണരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാല് പിടിച്ച് കെട്ട് നിറച്ച് പോണാലും വേണ്ട, പോവാണോ? വേണ്ട. പ്ലീസ് പോവരുത്. പോയോ? എന്റെ അല്ലോ ഇതിനകത്തുണ്ട്. നിനക്കൊക്കെ പോണോ? ഹലോ ഹലോ, ആരാ? ആരാ? ഇത് എവിടെ നിൽക്കണം നിങ്ങള്? ഞാനേ കോമഡി സൂപ്പർ നൈറ്റിന്റെ ഫ്ലോറിലാ. കോമഡി സൂപ്പർ നൈറ്റിന്റെ ഫ്ലോറാ? ആ, അതെവിടെയാണത്? അതിവിടെ ഇവിടെ മണിയുടെ. ആ, ശരി, ഓക്കെ 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 ഓക്കെ. ആ, അല്ല, അതെ, നിങ്ങളിപ്പോ ആരാന്ന് പറഞ്ഞേ? ഏ ഏ വെച്ചിട്ട് പോയി. ഇതെങ്ങനെ നിന്റെ കയ്യിൽ ഫോൺ വന്നേ? മണിയണ്ണ ഭയങ്കര പരിപാടിയാണ് മണിയണ്ണ കാണിച്ചേട്ടോ. ഈ ഫോൺ വിളിക്കുന്ന അത്ര വലിയ പരിപാടിയാണോ? ആ പരിപാടിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ ദൈവമേ, ചെയ്യുന്ന ജോലിയുടെ ആദ്യം ഒരു ഉത്തരവാദിത്വം വേണം. ആനാ എന്നോട് പൈസ മേടിച്ച് ഇന്ന് എന്നെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുവന്ന് പറഞ്ഞില്ലേ? ആ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറ്റുമോ? നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഉദ്ദേശിക്കുന്ന പോലെ ഞാനൊരു ബ്രോയിലർ അല്ല. ഞാൻ ഒരു ബ്രോക്കർ മാത്രമല്ല, ഒരു ഡ്രൈവറും കൂടെയാണ്. എന്നെ ഇന്ന് പെണ്ണ് കാണിക്കാൻ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് എന്റെ 500 രൂപ മേടിച്ച മനുഷ്യനാണ് ഈ ന്യായം പറയുന്നത്. ഇവിടെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുവന്നുകൊണ്ട് വേറെ കാര്യമുണ്ടെന്ന്. ഇവിടെ ആൾക്കാരെ ഓഡിയൻസിനെ ഇവിടെ കൊണ്ടു എത്തിയിട്ട് തിരിച്ചു പോകണ്ടേ? ഞാൻ പോകാൻ പറ്റില്ല. ദേ ഇവിടെ ഒരു മരണം നിൽക്കണ്ട. അതൊന്നും എനിക്കറിയത്തില്ല. എനിക്കിന്ന് പെണ്ണ് കാണാൻ പോകണം. മാർച്ച് കഴിഞ്ഞ് എന്റെ കല്യാണം നടക്കല്ല, ഞാൻ പറഞ്ഞേക്കാം. മാർച്ച് കഴിഞ്ഞാൽ ഞാൻ കല്യാണം നടത്താതിരിക്കാൻ. അതെനിക്ക് ജാതകദോഷമുണ്ട്. ഇന്ന് എന്നെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകാൻ പറ്റുമോ? എനിക്ക് നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഇവനെ പെണ്ണ് കാണിക്കാൻ എന്ന് കൊണ്ടുപോയോ അന്ന് തുടങ്ങിയുള്ള ഇടിയ. പിന്നെ വേറെ ഇപ്പൊ പ്രശ്നമുണ്ട്. ഇപ്പൊ ഇടിക്കൊരു മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകുമ്പോഴായിരുന്നു ഇടി. ഇപ്പൊ ഇവന്റെ പേര് പറഞ്ഞ ഇടിയാ. ഇവന്റെ പേരെന്നറിയാമോ? പശുപാൽ. അതെന്റെ കുഴപ്പമാണോ? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പെണ്ണ് കണ്ട വീട്ടിൽ നിന്ന് അവരെന്തെങ്കിലും പറഞ്ഞു? അതെന്നോട് പറ. ഒരു കാര്യവും പറയില്ലല്ലോ. അത് പറഞ്ഞാൽ നിന്നെ ഉണ്ടല്ലോ ഞാൻ എന്താ ചെയ്യണമെന്ന്. നീ ഒന്നറ. നീ കോതമംഗലത്ത് കീരമ്പാറ ഒരു പെണ്ണ് കാണാൻ ഞാൻ നിന്നെ കൊണ്ടുപോയായിരുന്നോ? പോയായിരുന്നു. ആ വീട്ടിലെ വണ്ണമുള്ള അമ്മച്ചേനെ നീ എന്താണ് ഫൈറ്റ് അടിച്ചാണ് പെണ്ണിന്റെ അമ്മേനെ? നമ്മൾ പോയ വീട്ടിലെ. അയ്യോ, അതിന്റെ ഒരു ട്രിക്ക് അല്ലയോ ചേട്ടാ? എന്നാ ട്രിക്ക്? എന്റെ ചേട്ടാ, ഞാൻ ആ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോ എനിക്ക് തോന്നി ആ അമ്മ വശപ്പച്ച കാണുന്നു. അതുകൊണ്ടാണ് സൈഡ് വാരം വഴി ഞാനൊരു കണ്ണടിച്ച് ഇങ്ങനെ കാണിച്ചത്. ഇനിയിപ്പോ അമ്മ വശപ്പച്ച ആണെങ്കിൽ ആ വീട്ടുകാർ മൊത്തം വശപ്പച്ച അല്ലേ? അങ്ങനെ നമുക്ക് ഊരാം. ആ, ശരി. ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ എന്താ? ഞാൻ അവരെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞല്ലോ. കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. ഞാൻ എല്ലാം വിളിച്ചാൻ പറയൂട്ടോ. നീ എങ്ങനെയാ മാപ്പ് പറഞ്ഞേ? എന്നോട് പൊറുക്കണമെന്ന്. എന്നോട് പൊറുക്കണമെന്ന് ആണല്ലേ? മനസ്സിന്റെ ഉള്ളിലുള്ളത് പുറത്താകും പുറത്തു വന്നു അല്ലേ? ഏതായാലും എനിക്ക് ആ ഫാമിലി പെണ്ണ് വേണ്ട. എന്താ? എന്റെ കൺസെപ്റ്റിലുള്ള ഒരു സൗന്ദര്യം ആ പെൺകുച്ചിനില്ല. ഓ, നിന്റെ സെറ്റപ്പിനുള്ള പെണ്ണ് അല്ലാതെ? അല്ലല്ല, ഞാൻ എന്റെ ചേട്ടനോട് പറഞ്ഞു. നീ എന്നാ പറഞ്ഞ എന്നോട്? എനിക്ക് വെള്ളാരം കല്ലിന്റെ കണ്ണുള്ള പെണ്ണ് വേണമെന്ന് ചേട്ടനോട് പറഞ്ഞോ? മൂത്രത്തിൽ കല്ലുള്ള നിനക്കോ? എനിക്ക് മൂത്രത്തെ കല്ലുണ്ടെന്ന് അങ്ങനെ മനസ്സിലായി? മൂത്രത്തെ കല്ലുണ്ട്.
ഉണ്ടോ? ഓ, അപ്പൊ സ്വന്തമായിട്ട് ശരീരത്തിൽ പാറമടയൊക്കെ ഉള്ള ആളാണല്ലേ? അടിപൊളി. എന്റെ ചേട്ടാ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. ദേ, എനിക്ക് വേറൊന്നുമല്ല. സംഭവം ഈ സ്വർണം ഇഷ്ടപ്പെടാത്ത പെണ്ണായിരിക്കണം. സ്വർണം ഇഷ്ടപ്പെടാത്ത പെണ്ണായിരിക്കണം. പിന്നെ കാണുന്നതൊക്കെ എനിക്ക് വേണം എന്നും പറയരുത്. പറയരുത്. അത്രേ ഉള്ളൂ. സ്വർണം ഇഷ്ടപ്പെടാത്ത പെണ്ണും കാണുന്നൊന്നും വേണമെന്ന് പറയുകയും ചെയ്യരുത്. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഒരു കാഴ്ചയില്ലാത്ത ബന്ധുക്കോസുകാരിനെ കെട്ടിക്കുക. അതാണെങ്കിലും വേണമെന്ന് ഉള്ള സ്വർണം ആവശ്യപ്പെടില്ല. ഇപ്പൊ ഏതെങ്കിലും ഒന്ന് കെട്ടിച്ചൊരു ചേട്ടൻ വന്ന സമയം ഒരുപാട് പോയി. ഈടാ അങ്ങനെ കെട്ടിച്ചു തരാൻ പറ്റില്ല. ഈ മാരത്തിന് എവിടെയെങ്കിലും കൊണ്ടു വെച്ചാലേ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അത് അവനോട് ചോദിച്ചു, അവനെ കയറ്റി വണ്ടി പോവാ. അതിങ്ങനെ ഇവൻ വാ തുറന്ന് പറയണ്ടേ? സോറി. എന്നടാ നിന്റെ പേര്? കണ്ടോ, അവൻ മുക്ക് മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെ വെച്ചാൽ ചെറുക്കൻ മുക്കത്തോടേക്ക് മാറില്ല. എന്നാ എന്റെ പേര്? നോക്കി അവനോട്. എന്തോ പേരെന്തുവാ? എന്താ പേരെന്ന്? എന്ത് പേരെന്തുവാ? നിന്നോടാ വെച്ച എന്താ പേരെന്ന്? എന്താണ് പേര്? ആ കേട്ടോ, പേടി വന്നു പിന്നെ ബഹുമാനം വന്നു. അങ്ങനെ വേണം, അല്ല പാവ കളിച്ചാ പോരാ. താടിയുള്ള താടിയില്ല, പിന്നെ എന്തിനാ പേടിച്ച? മാമ ആയി പോളി തന്നെ. ആടിപ്പൊളി തന്നെ. പോണ്ടേ നമുക്ക്? പെണ്ണുകാണാൻ പോണ്ടേ? നീ കല്യാണം കഴിച്ചിട്ട് എന്തിനാ? ഒരു കല്യാണം മുടക്കിയപ്പോ നിനക്ക് സമാധാനം ആയില്ലടാ. അയ്യോ, എമ്മൻ തമ്മാരി എടുക്കണോ സത്യനെ എടുക്കണോ? എമ്മൻ തമ്പേനാണെങ്കിൽ ഇങ്ങനെയല്ലേ കാണിക്കുള്ളൂ. ഞാൻ ഇങ്ങനെയല്ലേ നിന്നത്. അപ്പൊ സത്യനെ എടുക്കാൻ വന്ന? ഞാൻ സത്യനെടുക്കാൻ വന്നതല്ല, തന്റെ കുടലെടുക്കാൻ വന്നാണ്. എന്റെ കുടലെടുക്കാൻ നീ എന്നെ നൈറ്റ് കിടക്കാൻ നടത്തണ്ടോ? എന്റെ മോനാണോ ഇത്? ഇയാക്കടെ മോനാണോ? വിളിച്ചിട്ട് പോടാ ഇവരെ. എന്റെ മോനാ? എന്റെ മോനെന്നല്ല പറഞ്ഞത്, എന്റെ ഫോണാണ് തന്റെ കയ്യിലിരിക്കണെന്ന് പറഞ്ഞത്. ഏത് ഫോൺ? ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ താൻ എടുത്തില്ലേ? ഇത് തന്റെ ഫോണാണോ? എന്റെ ഫോൺ. താനെടുത്തല്ല. തന്റെ ശബ്ദം ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഞാൻ വിളിക്കുമ്പോ. എടോ, ഞാൻ എന്റെ ഫ്രണ്ടിന്റെ മൊബൈലിൽ തന്നെ വിളിച്ചത്. എന്റെ ഫോൺ തന്നെയാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, തന്റെ ഫോൺ എങ്ങനെ ഇവന്റെ കയ്യിലും? ഞാനിവിടെ തൃപ്പൂണിത്തറ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഡ്രൈവർ ആണല്ലോ. രാവിലെ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നപ്പോ തന്നെ ഇവൻ വന്ന് കയറിയൊക്കെയാണ് വണ്ടി എടുക്കാൻ. വണ്ടി എടുക്കാം. അപ്പൊ ഇയാൾക്ക് ഓടിക്കാറിയാൻ പാടില്ല. അതല്ലെന്ന് ഓട്ടം പോണോന്ന്. ഇവൻ വണ്ടി ബാക്കിൽ കയറി ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ നേരെ പോകാൻ പറഞ്ഞു. നേരെ പോയപ്പോ തിരിക്കാൻ പറഞ്ഞു. തിരിച്ചു. അങ്ങനെ 3-4 വള വെച്ച് മോനെ നിനക്ക് എവിടെ പോകണ്ടെന്ന് വെച്ചു. ഇവൻ ഇപ്പൊ മേലോട്ട് നോക്കിയിരിക്കുന്നു. അങ്ങനെ വെച്ച് നിനക്ക് എവിടെ പോകണം വാ തുറന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ പറയും മുട്ടായി വേണോ? അവന് മുട്ടായി വേണോ? മുട്ടായി വേണോന്ന്. ഞാൻ ഒരു കടയെ കൊണ്ട് അവിടെ ഒതുക്കി നിർത്തി. ഇവൻ കടയിലേക്ക് ചെന്നിട്ട് കുറെ മിഠായി വാങ്ങിച്ചു. കൊടുക്കാൻ പൈസ ഇല്ല. ഇപ്പൊ മേലോട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഒരു 10 വയസ്സ് കുറവുണ്ടെന്ന്. ഒരു 10 വയസ്സുടെ കുറവിന് വേണ്ടിയിട്ടാണ് ഒരു മുട്ടായി ഇവന് മേടിച്ചു കൊടുക്കാതെ. നിനക്കൊരു മുട്ടായി മേടിച്ചു കൊടുക്കാൻ പാടാ 10 ദിവസം കഴിഞ്ഞിട്ട്? അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇവര് 10 പൈസ കുറവുണ്ട്, നെറ്റ് മുറുകാനുണ്ടെന്ന്. ഓ, ഇവന് വെളിവില്ലാന്ന് മനസ്സിലായില്ലേ? എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി എന്റെ കയ്യിലെ പൈസ ഞാൻ കൊടുത്തിട്ട് കുറച്ച് മിഠായി വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ആശ്വാസം ഞാൻ ഒരു ജീരക സോഡ കുടിച്ചിട്ട് നീറ്റൊരു ഏമ്പക്കം വിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ഇവനെ കാണാനില്ല. അങ്ങനെ ഏമ്പക്കത്തിന്റെ ഇടം തെറിച്ചു പോയോ? എന്റെ പ്രാർത്ഥന അങ്ങനെ ആശ്വാസം. എന്റെ ദൈവമേ എന്ന് വിളിച്ച സമയത്ത് എന്റെ മൊബൈൽ കാണാനില്ല. ആ മൊബൈലാണ് ഈ ഇരിക്കുന്നത്. അത് ശരിയല്ല, അത് ശരിയല്ല. ഈ ഫോൺ തന്റെ അല്ല. സത്യം പറ, എന്തിനാണ് മൊബൈൽ എടുത്തത്? മാമൻ പറഞ്ഞിട്ട്. മാമനാ? ഏത് മാമൻ? മാമൻ പറഞ്ഞേ. അങ്ങനെ വരട്ടെ. അപ്പൊ മാമനും മരുമോനും തമ്മിൽ ഒത്തുകളിയായിരുന്നു. ഞാൻ ഈ ഹിപ്പോപ്പൊട്ടാമസിന്റെ മാമനൊന്നും അല്ല കേട്ടോ. ഇതാ മാമാന്ന് വിളിച്ചതാ. എടാ, ഇവൻ ആരെ കണ്ടാലും മാമാന്ന് വിളിക്കോളൂ. പോത്തെ, ഇതാരത്? മാമൻ. ഇവൻ ആരെ കണ്ടാലും മാമാന്ന് വിളിക്കോളൂ. വൃത്തികെട്ടവനെ, നിനക്ക് എന്താണ് വേണ്ടത് തുറന്ന് പറയടാ. ആൻ്റെ പോണം. ആൻ്റെ പോണം. പാവത്തിന്റെ കയ്യിലിരുന്ന് 1000 രൂപ മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാം. 1000 രൂപ. 1000 രൂപ എന്നടാ വേണ്ടേ? ആംഗ്രി ബേർഡ് ആന്റിയുടെ അടുത്ത് പോണെന്നാ ഞാൻ പറഞ്ഞത്. ആന്റി അടുത്ത് പോണോ? ഏതാന്റെ അടുത്ത്? ആന്റിന്ന് ഉദ്ദേശിക്കണേ എന്റെ പെണ്ണുമ്പിളേനെ ഇവന് ആന്റി ആന്റിന്ന് വിളിക്കണേ. ഇനിയെങ്കിലും തുറന്നു പറ, ഇത് നിങ്ങളുടെ പെണ്ണുപിള്ളടാ ആങ്ങളുടെ മോനല്ലേ? അയ്യോ അല്ല, ഇവൻ ആരെ കണ്ടാലും മാമ ആന്റി എന്നാ വിളിക്കോളൂ. ഞാൻ ഈ ഓഡിയൻസിനെ ഇവിടെ കൊണ്ടു വിട്ടേച്ച് ഞാൻ വീട്ടിൽ പോയി ചോറുണ്ടെങ്കിൽ അപ്പ അടിയാ. ആരടിക്കും? അടിക്കോ? അല്ല, ഞാൻ പെണ്ണുമ്പളല്ല, പെണ്ണുമ്പളെ എനിക്കിട്ട് അടിക്കും. അപ്പൊ ഞാൻ ചോറിനാൻ വേണ്ടി വീട്ടിൽ ചെന്ന് വണ്ടി കിടന്ന് ചുമ്മാ കുഞ്ഞുങ്ങൾ നോക്കി കഴിയുമ്പോൾ ഈ ചെറുക്കൻ അവിടെ നിൽക്കാം. ഞാൻ ഇവനെ ഇറക്കിയിട്ട് ഇച്ചിരി ചോറ് കൊടുക്കാന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ചെന്നപ്പോഴത്തേക്കും എന്റെ പെണ്ണുമ്പളേനെ എനിക്ക് ഭയങ്കര സംശയമാണ്. ഒരു പൂവൻകോഴി എന്റെ പെണ്ണുമ്പളേനെ നോക്കി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവളെ ഇടിക്കും. നീ അവനായിട്ട് എന്താടി ബന്ധം എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് സംശയമുള്ള ആളാ ഞാൻ. അറിയാമോ? അങ്ങനെയുള്ള ഇവൻ സുന്ദരിയാന്റി എന്ന് പറഞ്ഞ് പുറമെ നടക്കണം. അപ്പൊ തന്റെ ഭാര്യ അത്രക്ക് സുന്ദരിയാണോ? സുന്ദരി ആണോന്നോ? ചാളമേരിനെ കണ്ടിട്ടുണ്ടാ? ചാളമേരി എന്റെ പെണ്ണുമ്പിള്ളയുടെ മുമ്പിൽ മീരാ ജാസ്മിനാ. അത്രയ്ക്ക് സൗന്ദര്യം എന്റെ പെണ്ണുമ്പിള്ള. അതെ, നിങ്ങൾ മീരാ ജാസ്മിനോ ചാളമേരിയോ എന്ത് വേണമായിരിക്കും, എന്റെ ഫോൺ തന്നെ ഞാൻ എന്റെ വഴിക്ക് പോയിക്കോളാം. അങ്ങനെ ഒന്നും ഇരവി ചുമ്മാ അങ്ങനെ ഫോൺ തരാൻ പറ്റില്ലെന്നേ. താൻ ഒന്ന് കോൾ ചോദിക്കാല്ലേ? കോളി കാണിച്ചരാ. അത് കുറവാടുത്തും അങ്ങനെ പറ, അല്ലാതെ ഞാൻ സമ്മതിക്കില്ലല്ലോ. അയ്യോ, വെല്ലുണ്ട്. ഹലോ, ആരാ? ഹേ മിസ്റ്റർ, നിങ്ങൾ എക്കോട്ട് സംസാരിക്കാതെ ആരാണെന്ന് പറയൂ. താൻ എന്ത് കാണിക്കുന്നത്? മണ്ട
കൊച്ചിന് വരെ ഇഷ്ടപ്പെട്ടില്ല എന്നെ മണ്ടാന്ന് വിളിച്ചത്. നീ മണ്ടത്തരം കളിച്ചു മണ്ടാത്തല്ല വിളിക്കേണ്ടത്. മണ്ട വിളിക്കണ്ടേ? മണ്ട മാമൻ. അതാ എടോ ഒരു കാര്യം മനസ്സിലാക്കാം. ഇപ്പൊ താൻ വിളിച്ചേക്കണത് എന്റെ ഫോണിൽ നിന്ന് തന്റെ ഫോണിലേക്കാണ് വിളിച്ചത്. ആണല്ലേ? അതാണ് റിംഗ് ചെയ്തപ്പാ. അത് എന്റെ ഫോണിലേക്ക് വിളിക്കണം. അത് ശരി, തന്റെ ഫോണിലേക്ക് വിളിക്കണല്ലേ? ഒരു കാര്യം ചെയ്തേ, ഇയാളുടെ നമ്പർ പറഞ്ഞേ. നമ്പർ 984. അത് വേണ്ട മോനെ, ഞാൻ തന്നെ വിളിച്ചോളാം. അങ്ങനെ എന്റെ നമ്പർ നിങ്ങൾ മനസ്സിലാക്കണ്ട. എന്റെ ഫോൺ ബിസി ആണെന്നാ? എന്റെ ഫോൺ എങ്ങനെ ബിസി ആവുന്നത്? അതാ പറഞ്ഞ ഇത് ഇയാളുടെ ഫോൺ അല്ല. ഇതെന്ത് അങ്ങനെ പറഞ്ഞത്? അത് എടുക്കില്ലേ? അല്ല, ഇതിപ്പോ എനിക്ക് എന്റെ ഫോണത്. എടോ അത് എന്റെ ഫോണാണ്, സത്യമായിട്ട് എന്റെ ഫോണാണെന്ന്. ഇത് എനിക്ക് അവകാശപ്പെട്ട കാഞ്ചനമാല മൊയ്തീൻ അവകാശപ്പെട്ടാണെങ്കിൽ ഈ ഫോൺ എനിക്ക് അവകാശപ്പെട്ടതാ. എന്റെ ഫോൺ കിട്ടിയെങ്കിൽ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് പറ. ഒരു കാര്യം, ഈ സാധനത്തിന് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഏക്കോ അല്ല കൊണ്ടേ കളയാനുള്ള സഹായിക്കുവാണെങ്കിൽ ഞാൻ ഈ ഫോൺ തിരിച്ചു തരാം. ഇതിനൊഴിവാക്കാൻ ഞാൻ സഹായിക്കണം. എങ്ങനെ സഹായിക്കണോ പറയണത്? എന്തെങ്കിലും കാണിക്കും, നമുക്ക് കാണിച്ചാലോ? ചാക്കി കെട്ടിങ്ങനെ പൊതിഞ്ഞുകൊണ്ട് ആറ്റിൽ കളഞ്ഞാലോ? അത് പിന്നെ റോബോസ്റ്റൊക്കെ പഴുത്ത് ചീഞ്ഞു പോയിട്ട് കൊണ്ട് തോട്ടി കളയാൻ പോകുന്നു പറയാം. നമുക്ക് ചാക്കി കെട്ടി വിശ്വസിക്കൂടെ? വിശ്വസിക്കൂടെ? വിശ്വസിക്കോ? ഓക്കെ. അതല്ലേ, ഒരു ചാക്കന്റെ വണ്ടി ഇരിപ്പുണ്ട്. ആണോ? പറ്റുമെങ്കിൽ ഞാൻ എടുത്തിട്ട് വരാം. ആണല്ലേ? നോക്കാം. അത് ചെല്ല്. അപ്പൊ മോന് ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി ചാവുന്നതിൽ വിരോധമുണ്ടോ? വിരോധം ഉണ്ടെങ്കിൽ പറയണം. തലച്ചോറൊക്കെ ഇപ്പൊ കലങ്ങി പോയോടെ. കൊരങ്ങ കേറതിനകത്ത്. കൊരങ്ങമ്മ കേറ അതിനകത്ത്. കാണിച്ച് കേറാൻ പറഞ്ഞു. ആര്? ഇവൻ. ഇതാരാ കയറിയത്? ഞാൻ. ആരാ ശരിക്കും കയറേണ്ടത്? ഇവനല്ലേ? കിളിക്കനായി പോയി. കേറുന്നേ. അതെ, വേറെ പണിയുണ്ട്. എന്നാ നമ്മുടെ താൻ അച്ഛമ്മ താനിന്റെ അകത്ത് കയറണം. എന്തിനാണ്? അവനല്ലേ കയറേണ്ടത്? അവനാണല്ലോ എന്റെ പുല്ല്. മാമ താഴെ മാമ പാപ്പ. ഇത് ഞാൻ തരില്ല. മാമ പാപ്പൻ താ മാമ. ഇല്ല, ഇത് ഞാൻ തരില്ല. മാമ പാപ്പൻ താ മാമ. ഇല്ല ഇല്ല. അടാ ഉറിഞ്ചു കുത്തിക്കളയും മാമ. അയ്യോ, കുത്തരുത്. മാമ പാപ്പൻ താ മാമ. മണ്ടക്കൊളപ്പി താക്കടാ. ഞാൻ എടുക്കണ പൊക്കല്ലേ മാമ. ഞാൻ പറഞ്ഞു എടുക്കാൻ പോവാണേ ഞാൻ. പൊക്കല്ലേനാ കിട്ടി. ഇവന് ഉദ്ദേശാരി കനമൊന്നുമില്ല കേട്ടോ. കനമൊന്നും ഞാൻ വിചാരിച്ചില്ല. ഭയങ്കര വണ്ണമൊക്കെ ഉണ്ട്. കനമില്ല. നമ്മുടെ കുട്ടി വേറൊരുത്തും. അവൻ തന്നെയാണ് ഇവൻ. ഇവനെ ഞാൻ എന്താ ചെയ്യണ്ട? ഈ ചാക്കിനകത്ത് കേട്ടിട്ട് തുറന്ന് പൊളിച്ച് പുറത്ത് നടന്നടാ. പോലീസിലെത്തി. ഇവനൊരു കാര്യം പിടിച്ച് ഇവൻ നമുക്ക് കയ്യും കാലും തല്ലി ഓടിച്ചിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോകും. ആ ചാക്ക് ഇവന്റെ വായിക്കാത്ത കുത്തി ഇവനെന്താ ഗ്യാസ് അടിക്കുന്ന ആളാണ് ഈ വയസ്സിൽ. വലിയ മീശയാണെന്ന് പറഞ്ഞ് എല്ലാരും തല്ലാന്നാണോ? ചെറിയ മീശയാണെന്നാണ് ഞങ്ങൾ പറഞ്ഞു. അതല്ല, എന്റെ ചെറുക്കനെ ഇവിടെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലീനെ കണ്ടിട്ട് ഒരു തന്തയായി ഞാൻ ഇവിടെ നോക്കിയിരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അത് ശരി. അപ്പൊ ഇത് തന്റെ മോനാണല്ലേ? അപ്പ ഇപ്പോഴാണ് കയറി വന്ന. അപ്പ ഇപ്പോഴാണ് കയറി വരുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, ഞാനും എന്റെ ചെറുക്കനും കൂടെ ഇവിടെ ഒരു പരിപാടി കാണാൻ വേണ്ടിട്ട് വന്നതാ. എന്നാന്ന് വെച്ചാൽ ഇവൻ ഈ അസുഖം ഇച്ചിരി ഇതുള്ള ചെറുക്കനായതുകൊണ്ട് ഞാൻ അവന് മേലാഴി ഉള്ള ചെറുക്കനാ. അതായത് അവന് ഇച്ചിരി ബുദ്ധിക്ക് ഇച്ചിരി ഇതില്ലല്ലോ. അപ്പൊ അങ്ങനെ എത്തിക്കുന്നതുകൊണ്ട് ഞാൻ എന്നടുത്ത് ഇവിടെ വന്ന് അവന് ഇരിക്കാൻ ഇവിടെ ഇടയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അതിനകത്ത് കയറിയിട്ട് ഞാൻ വെളിയിൽ ചെന്ന് നോക്കുമ്പോ ചെറുക്കനെ കാണുന്നില്ല. അങ്ങനെ വരട്ടെ. ആ സമയത്താണ് ഈ ജീവപ്പോർക്ക് എന്റെ വണ്ടിയിൽ ഒന്ന് കയറിയത്. എടോ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞ് ചോദിച്ചല്ലേ ഇതിന്റെ ഉടമസ്ഥൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി വാ എടുത്തോണ്ട് പോകാൻ പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ താൻ എവിടെയായിരുന്നു? ഞാൻ മിണ്ടാതിരുന്നല്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ വരുന്ന സിനിമാ താരങ്ങളെ വെച്ച് ഇവിടെ പരിപാടി കളിക്കുന്നു. ഇവിടെ സുരാജ് എന്ന് പറയുന്ന പുള്ളിയെ വെച്ച് പരിപാടി കളിക്കുന്നു. ആ പെൺകൊച്ചിനെ വെച്ച് പരിപാടി കളിക്കുന്നു. ഞാനോർത്ത് എന്റെ ചെറുക്കനെ വെച്ച് നിങ്ങൾ പരിപാടി കളിക്കുവാന്ന് പറഞ്ഞ് ഞാൻ അവിടെ സിനിമ കണ്ടോണ്ടിരിക്കുവല്ലായിരുന്നോ? സിനിമാക്കാരന്റെ ഗ്ലാമറുള്ള ആളൊക്കെ ഉണ്ടോ? വൈറ്റം കളിപ്പിക്കാൻ പറ്റിയ സാധനം. വൈകില്ലേ
മോൻ അറബിക്കടയിൽ പോയി തപ്പേണ്ടി വന്നാനെ. ഞങ്ങൾക്കൊന്ന് കുഴിച്ചു മൂടിയാനേന്ന്. കുഴിച്ച് മൂടും. കുറച്ചു നേരം കഴിഞ്ഞ് ചാക്കി കയറ്റാൻ വന്നപ്പോഴല്ലേ എനിക്ക് ഇത് മനസ്സിലായത്. കളിയല്ല, ഇത് കാര്യമാണെന്ന്. നീ എന്റെ ചെറുക്കനെ ഇന്ന് അവൻ പരിപാടി കളിക്കാൻ വേണ്ടി വന്നത് എന്റെ കൊച്ചനായിട്ടോട്ട്. അല്ല പിന്നെ കുഞ്ഞിന്റെ നിപ്പുള്ളോ അവൻ ഒത്തിരി തല്ലിയോടോ നിന്നെ. ഒരു വലിയ വെച്ച് കൊടു. ഇങ്ങോട്ട് വാ. അവിടെ എങ്ങാനും പോയിരുന്നോണ്ട് നമുക്ക് പരിപാടി കാണാൻ വരാൻ. ഓട്ടോക്കകത്ത് പോവാം. നീ ഓട്ടോയ്ക്കകത്ത് കയറണോ? പോട്ടെ. നമസ്കാരം. അതായത് ഇദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് വളരെ സുപരിചിതമാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ സ്റ്റേജ് ഷോയും പിന്നെ ഈ വലിയ വലിയ ഷോയൊക്കെ കാണുന്ന ഒരാളായതുകൊണ്ട്. ചെറിയ ഷോയിലും ചേട്ടനുണ്ട്, വലിയ വലിയ ഷോയും ഉണ്ട്. എനിക്ക് ഷോ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക അതിന്, ഭ്രമമാണ്. അതെ, അജയൻ ചിറയൻകീഴ് പ്ലേ ബാക്ക് ഡ്രമ്മറാണ്. പിന്നെ ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? അതെ, ഇദ്ദേഹം നമ്മൾ എപ്പോഴും മൂളിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുടെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് സൂപ്പർ ഹിറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു പ്രശസ്ത കലാകാരനാണ് ഇന്ന് ലൂണാർസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിൽ എത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തെ അതെ, എൻ്റെ പൊന്ന് അജയൻ ചേട്ടൻ, നിങ്ങൾ പ്രശസ്ത ഡ്രമ്മർ അല്ലേ? നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും ഈ ഡോലൊക്കെ കൊണ്ട് കിടക്കുന്നത്? ഇത് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അതെന്താണ്? എൻ്റെ തുടക്കം ഐറ്റമാണത്. അതെ, തുടക്കം ആരും മറക്കരുത്. ചേട്ടൻ ഒരുപാട് പാട്ടിന് പ്ലേ ബാക്ക് വായിച്ചിട്ടുണ്ട്, ഡ്രം വായിച്ചിട്ടുണ്ട്. ഞാൻ ഒരു 10-45 ഫിലിമിന് വേണ്ടി 45ഓളം. അപ്പൊ എന്തോരം ഗാനങ്ങൾ. അതെ, എന്തോരം മ്യൂസിക് ഡയറക്ടറാണ്. സൂപ്പർ ഹിറ്റ് ഗാനങ്ങളായിട്ടുള്ളത് താളവട്ടം, പൊൻവീണ. എന്റെ ദൈവമേ, പ്രിയൻ സാറിന്റെ ലാലേട്ടൻ അഭിനയിച്ച് കെട്ടിലമാക്കിയ പൊൻവീണേ. അത് പിന്നെ നീയൻ കിനാബോ, എന്റെ ദൈവമേ, ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്നുള്ള ചിത്രം, വാചാലം, വെള്ളിച്ചില്ലം വിതറി, എനിക്ക് എന്റെ ദൈവമേ പറയാമെങ്കിൽ അശ്വതി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അശ്വതി പറഞ്ഞ പോലെ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിൽ ഇദ്ദേഹം വായിച്ചതാണ്. എനിക്ക് ഒരുപാട് സന്തോഷമായി. ചേട്ടാ, പെട്ടെന്ന് ഇപ്പോൾ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അന്നത്തെ ഹിറ്റ് സോങ്, എക്കാലത്തെയും ഹിറ്റ് സോങ് പൊൻവീണ, അതിലെ വായിക്കോ? വെളുപ്പാങ്കലത്ത് തട്ടി ഉടച്ചാലും വായിക്കാം. ഓക്കെ, എന്നാ അതൊന്ന് വായിച്ചേ. ശരി, പാടാനായിട്ട് നമ്മുടെ തന്നെ കലാകാരനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. വരൂ. പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നാദം നൽകൂ, ദൂതും പേറി നീങ്ങും മേഘം മണ്ണിനേകം, ഏതോ കാവ്യം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി. പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നാദം നൽകൂ. ഇനി അടുത്ത ക്ലിക്ക്. നീയൻ കിനാവോ, നീയൻ കിനാവോ, പൂനിലാവോ, രാഗം തൊടുമ്പും പൂന്തൻ കുഴമ്പോ, നീയൻ കിനാവോ, പൂവോ നിലാവോ, രാഗം തൊടുമ്പും പൂന്തൻ കുഴമ്പോ, നീയൻ മധുമിത മലർമിഴി മധുഗണമുതിരും രതിനയ സുഖമായ അമൃതിന് കുളിരാൻ, അഴകിനും അഴകായി ചിറകിനു ചിറകായി ചിരികളിൽ ഉയിരായി വാ. നീയൻ കിനാവോ, പൂവോ നിലാവോ, രാഗം തൊടുമ്പും പൂന്തൻ കുഴമ്പോ. അടിപൊളി. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഹിറ്റായ എല്ലാ പാട്ടിനും പ്ലേ ബാക്ക് ഇത് വായിച്ചത്, ഡ്രം വായിച്ചത് ചേട്ടൻ തന്നെയാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു MG ശ്രീകുമാർ ഏട്ടനോടൊപ്പം എത്ര വർഷം? 15 വർഷം
യെസ്, 15 വർഷം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. അതിനൊരു വലിയ കയ്യടി. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പം നിങ്ങളെപ്പോലെ ഇങ്ങനെ ഡ്രം കൈകാര്യം ചെയ്യുന്ന ഒരു പ്രശസ്തനായ വ്യക്തിയാണ് നമ്മുടെ എല്ലാം സ്വന്തം ശിവമണി. എൻ്റെ ഏറ്റവും വലിയ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. ഈ ഒരു 3 പീസ് ശിവമണിയുടേതാണ്. എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇത്രയും പ്രശസ്തരായ മ്യൂസീഷ്യനോടൊപ്പം ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പാട്ടുകൾക്ക് ഡ്രംസ് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുകയാണ്, താങ്കൾ ഇതുവരെ പിന്നെ ഒരു പാട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ടോ, സംഗീതം ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട്. 2010 ഒരു നാൾ എന്ന കാസറ്റിൽ ഞാൻ 9 പാട്ട് ചെയ്തിട്ടുണ്ട്. MG ശ്രീകുമാർ, മധുബാലകൃഷ്ണൻ, അപ്സര ജോക്സനെല്ലാം പാടി. ഇതൊന്നും അല്ലാതെ ഇപ്പോൾ നിങ്ങൾ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യാറുണ്ടല്ലോ? സ്റ്റേജ് ഷോ ഞാനിപ്പോൾ 1 man ഷോയാണ്. ചേട്ടന്റെ ഈ ശിവമണിയെ പോലെ വളരെ ഗംഭീരമായിട്ട് വേറൊരു പെർഫോമൻസ് ഉണ്ടാവുമോ? പിന്നെ ഉണ്ടാവും. ഓക്കെ, കുറച്ചു നേരം 1 man ഷോ ഒന്ന് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും കാണാം. റെഡി? ചേട്ടന്റെ ഇതിലുള്ള ഈ ഡ്രം ഇതെല്ലാം കിട്ടി 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 കിട്ടി. തകർത്തു ചേട്ടാ, തകർത്തു. അത് നമ്മുടെ ഓഡിയൻസിന്റെ മുഖത്തെ ഒരു സന്തോഷം കണ്ടറിയാലോ. കലക്കി, അടിപൊളിയായിരുന്നു. ഞാൻ ഇപ്പോൾ അവാർഡ് നൈറ്റിന് ശിവമണി സാറിൻ്റെ ഒക്കെ പെർഫോമൻസ് കണ്ടതാണ്. അതുപോലെ തന്നെ തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു ചേട്ടൻ. ഇനിയും ഇതുപോലെ തന്നെ ഒരുപാട് ഷോകൾ ചേട്ടന് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സോളോ പെർഫോമൻസിൽ ഒരുപാട് വേദികളിൽ തിളങ്ങാൻ കഴിയട്ടെ. താങ്ക് യു വെരി മച്ച്. ഈ പ്രോഗ്രാം ഫ്ലവേഴ്സ് നമ്മളെ ലൂണാർസ് കോമഡി സൂപ്പർ നൈറ്റിൽ എന്നെ ക്ഷണിച്ചതിൽ ഏറ്റവും ഹൈലൈറ്റ്സ് ആയിട്ട് പറയാനുള്ള സ്വരാജാണ്.
കാര്യം നമ്മൾ കുറേ ഷോയ്ക്ക് ഒരുമിച്ച് വായിച്ചിട്ടുണ്ട്, UK വായിച്ചിട്ടുണ്ട്. ഈ വേദി കിട്ടിയതിൻ്റെ ഏറ്റവും വലിയ എനിക്ക് ഒരു സോളോ പെർഫോമൻസിൽ ചാനലിൽ ഒരു ഷോ ഫ്ലവേഴ്സിനാണ് ആദ്യമായിട്ട് കിട്ടുന്നത്. അത് ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. സൂപ്പർ നൈറ്റ്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ-പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസിന്റെ ചിരി അരങ്ങിന് ഒരു ചെറിയ ഇടവേള. കാലടി ഒതുക്കി മുതലാളി. കാല് 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 ജപാ അടി. അയ്യോ കാലടി കാലടി കാലടി. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ-പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ്. വീണ്ടും എത്തിയിരിക്കുകയാണ് നമ്മുടെ കലാഭവൻ ഷാജുവിനും സ്നേഹയും. ഷാജുവിനെ ഇവിടെ ഇതിനു മുമ്പ് ആ പെർഫോമൻസ് ലൈവ് കണ്ട ആളാണ്. എന്തു തോന്നി അജയൻ ചേട്ടന്റെ പ്രകടനം? എനിക്ക് സത്യം പറഞ്ഞ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മള് ഒരുപാട് സൂപ്പർ ഹിറ്റ് സംഭവങ്ങൾ നമ്മുടെ സിനിമയിലും ഒക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒന്നും പിന്നണിയിൽ പ്രവർത്തിച്ചുള്ള പലരെയും ഇപ്പോഴും നമ്മൾ മലയാളികൾക്ക് അറിയില്ല, തിരിച്ചറിഞ്ഞിട്ടില്ല. അതിന് ഈ അജയൻ ചേട്ടനൊപ്പം എനിക്ക് വർഷങ്ങൾക്ക് അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിനൊപ്പം പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനൊരു വേദിയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അജയൻ ചേട്ടാ ഗംഭീരമായിരുന്നു. എനിക്ക് എടുത്തു പറയാനുള്ള നിങ്ങളുടെ അറിവിലേക്കായിട്ട് നമ്മളെല്ലാവരും മൂളിക്കൊണ്ട് നടക്കുന്ന ഒരു മ്യൂസിക്കാണ് ജാഗ്രത എന്ന സിനിമയിൽ. CBI-ലാണ് തുടങ്ങിയത്. അതിലൊക്കെ ഡ്രംസ് വായിച്ചിരിക്കുന്നത് അജയൻ ചേട്ടനാണ്. പിന്നെ പൊൻവീണെ എന്ന് പറയുന്ന ആ പാട്ടിനൊക്കെ പെർക്കഷൻ ടീമില് ഡ്രംസ് പ്ലേ ചെയ്തിരിക്കുന്ന അജയൻ ചേട്ടനാണ്. നല്ലൊരു ഗൈഡ് നമുക്ക് ഒരിക്കൽ കൂടി അജയൻ ചേട്ടൻ. വളരെ നർമ്മമാണെന്ന് നമുക്ക് തോന്നുന്നു. എന്നാൽ പ്രേക്ഷകരുടെ മനസ്സിൽ എതിരഭിപ്രായമുള്ള ഒരു റൗണ്ടിലേക്ക് നമുക്ക് കടക്കാം. അശ്വതി റൗണ്ട്. ഇങ്ങനെയാണ് ഞാൻ ചോദ്യം ചോദിക്കില്ല. നല്ലതാണ് പ്രേക്ഷകർ എല്ലാവരും പറയുന്ന ഒരു സെഗ്മെന്റ് ആണ്. അശ്വതി റൗണ്ട്. ഇതിപ്പോ അറിയുമ്പോ അതിന് അവര് എതിരഭിപ്രായം വരരുത്. റെഡി? സഹിക്കാൻ പറ്റുമെങ്കിൽ സഹിച്ചോളൂ. അടിപൊളി സെഗ്മെന്റ് ചേട്ടാ. കുസൃതി ചോദ്യം അല്ലേ? അടിപൊളിയല്ലേ? വന്നുപോയില്ലേ? എല്ലാ ഉത്തരവും ചേട്ടൻ പറയും. കുസൃതി ചേട്ടൻ ഭയങ്കര ശരി. അപ്പൊ എന്തായാലും തെളിയിക്കാനുള്ള ഒരു അവസരമാണ്. ആദ്യത്തെ ചോദ്യം, റോഡിന്റെ വലതുവശത്തു കൂടി പോയാൽ റൈറ്റ് സൈഡ്, വലതുവശത്തൂടെ പോയാൽ റൈറ്റ് സൈഡ് ആണല്ലോ. പക്ഷെ ഇടതുവശത്തൂടെ പോയാൽ അത് റോങ് സൈഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നടുക്കൂടെ പോയാൽ അതെന്താണ്? എന്ത് സൈഡാണെന്നാണോ? വലതുവശത്തൂടെ കൂടി പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡ്, ഇടത്തോടെ പോയി കഴിഞ്ഞാൽ റോങ് സൈഡ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നടുക്കൂടെ നമ്മൾ ഇങ്ങനെ പോയാൽ അതിന് എന്ത് പറയും? അത് നമ്മൾ സൈഡ് ആവും. നടുക്കൂടെ എങ്ങാനും വണ്ടി ഇടിച്ചിട്ട്. അത് ഉത്തരം ഏകദേശം അടുത്ത് വന്നിട്ടുണ്ട്. അടുത്ത് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഉത്സാഹിച്ചാൽ ഇത്രയും ക്ലൂ വന്നില്ലേ? മറ്റൊരു സൈഡ് കിട്ടും. മറ്റൊരു സൈഡ്. അയ്യോ, ഞാൻ പറഞ്ഞു. ശരി, അടുത്തത്. മൃഗങ്ങൾക്കും പക്ഷികൾക്കും പേടിയില്ലാത്തൊരു കെണി ഏതാണ്? മൃഗങ്ങൾക്കും പക്ഷികൾക്കും പേടിയില്ലാത്തൊരു കെണി. ഈ കെണി കൊടു ചേട്ടാ, കൈ ആവശ്യത്തിനുണ്ടോ? കടക്കണി തന്നെ ചേട്ടാ പറഞ്ഞു. ഇവിടെ പറഞ്ഞു, ഇവിടെ ഉത്തരം പറഞ്ഞു. ഇപ്പോഴും ഇരുന്ന് ബാൽക്കണി അവാർഡെന്നൊക്കെ വിളിച്ചു പറയുന്നു. ആ ബാൽക്കണി, ബാൽക്കണി. ആ കടക്കണിയാണ് കറക്റ്റ്. ഇയാൾ എഴുതി വെച്ചുകൊണ്ട് പറഞ്ഞ മാത്രം കറക്റ്റ് ആണെന്ന് ഇവിടെ കറക്റ്റ് ആ കുട്ടികൾ പറഞ്ഞു. ബാൽക്കണി കടക്കണി തന്നെയാണ്. മൃഗങ്ങൾക്ക് എന്തായാലും കടം വരില്ലല്ലോ. ശരി. ഓർഡിനറി ബസ്സിൽ നമുക്ക് ഈ ഓൺ ദി സ്പോട്ട് സീറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ട്. അതെന്താണ് ആ സംവിധാനം? ഓർഡിനറി നമ്മുടെ സാധാരണ ബസ്സിലുണ്ടല്ലോ സീറ്റ് ബുക്കിങ്ങിനുള്ള ഒരു സംവിധാനം ഉണ്ട്. ആ സംവിധാനത്തിന് എന്താണ് പറയുന്നത്? അല്ലെങ്കിൽ ആ സംവിധാനത്തിന്റെ പേരെന്താണ്? നമ്മുടെ ഇഷ്ടമുള്ള സാധനങ്ങൾ സീറ്റ് കൊണ്ടുവച്ചിട്ട് പോവാം. അതെ, കൂടുതലും എല്ലാവരും കർച്ചീഫാണ് അവിടെ കൊണ്ടിട്ട് പോവുക. അങ്ങനെയാണ് നമ്മുടെ സാധാരണ ബസ്സിൽ സീറ്റ് ബുക്കിങ്ങിനുള്ള ഒരു സംവിധാനം. വേറെ ഓൺലൈൻ സംവിധാനങ്ങളൊന്നും നിലവിലില്ല. ചേട്ടാ പൊളിച്ചേട്ടാ. അപ്പൊ ഇനി വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. ഞാൻ ചില വാക്കുകൾ പറയും, അല്ലെങ്കിൽ ചില സംഭവങ്ങളുടെ പേരുകൾ പറയും. നല്ല വാക്കല്ലെങ്കിൽ ഇവിടെ കിടന്ന് അടിയുന്നു. ശരി, ഓക്കെ. അപ്പൊ ഈ വാക്കുകൾ പറയും. ഈ വാക്കുകളുമായി ബന്ധം വരുന്ന ഒരു പഴഞ്ചൊല്ല് നിങ്ങൾ കണക്ട് ചെയ്ത് പറയണം. ഈ വാക്കുകളുമായിട്ട് ബന്ധം വരുന്ന ഒരു പഴഞ്ചൊല്ല് പറയണം. പഴഞ്ചൊല്ല് പറയണം. മൊത്തത്തിൽ പഴവാ. ശരി, ആദ്യത്തെ വാക്ക് സീരിയൽ. സീരിയൽ, സീരിയൽ ഉണ്ടല്ലോ, സീരിയൽ. സീരിയലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഴഞ്ചൊല്ല് പറയാം. അധികമായാൽ അമൃതം വിഷം.
സീരിയൽ അധികമായി കഴിഞ്ഞാൽ അമൃതും ഭക്ഷണം സീരിയലിനെ കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷെ ഒരുപാട് കണ്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ അതിൽ നെഗറ്റീവ് ഒക്കെ വരുന്നുണ്ട്. കൊച്ചു കുട്ടികൾ മാക്സിമം സീരിയലിൽ നിന്ന് അവോയ്ഡായി മാറി നിൽക്കുന്നതാണ് ഏറ്റവും നല്ല. കുട്ടികളെ കാണിക്കാതിരിക്കുക. നല്ല തലമുറയെ നിങ്ങൾക്ക് കിട്ടും. റെഡി? സ്നേഹം കുറച്ച് സമയത്ത് ഒന്നും മിണ്ടാതെ നിൽക്കണമെന്ന് എനിക്ക് സംശയമുണ്ടോ? സ്നേഹയ്ക്ക് അടുത്ത് ഇതെന്തായാലും സ്നേഹയുടെ ചാൻസ്. അല്ല, പറഞ്ഞ ആലോചിച്ച് പറ. ശരി, ടൈറ്റാനിക്. ടൈറ്റാനിക്കുമായിട്ട് ബന്ധം വരുന്ന ഒരു പഴഞ്ചൊല്ല് പറയാം. ടൈറ്റാനിക് മുങ്ങിയ കപ്പൽ. മുങ്ങിയ കപ്പലാണല്ലോ. മുങ്ങിയ കപ്പൽ. അടി തെറ്റിയാൽ ആനയും വീഴും. അത് ചേർക്കാല്ലേ? സ്നേഹയ്ക്ക് ബുദ്ധിയുണ്ട്. സ്നേഹ അത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അടുത്തത് രാഷ്ട്രീയക്കാർ. 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 ആന കൊടുത്താലും ആശ കൊടുക്കരുത്. അടിപൊളി. അത് പക്ഷെ അതാണ് നടക്കുന്നത്. ഇനി അടുത്തത് ചോദിക്കാനുള്ളത്, ഇതിന് നിങ്ങൾ ഏകദേശം എന്ത് പറയുന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ധാരണയുണ്ട്. എന്നാലും നിങ്ങളോട് ചോദിക്കാം. ഞങ്ങൾ രണ്ടുപേരുണ്ടല്ലോ, അതായത് സുരാജ് ആൻഡ് അശ്വതി, ഞങ്ങൾ രണ്ടുപേരെയും കുറിച്ച് എന്ത് പഴഞ്ചൊല്ലാണ് പറയാൻ? എന്റെ മുഖമൊക്കെ നോക്കിയിട്ട് വേണം പറയാൻ. ഈ മോൻ നോക്കിയാൽ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ പറയാം. മുഖം നോക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ വശമൊന്നും തോന്നരുത്, നിങ്ങൾ അഹങ്കരിക്കുകയും ചെയ്യരുത്. ഇല്ല, നമുക്ക് മൊത്തത്തിൽ നിങ്ങളുടെ പെർഫോമൻസ് കാണുമ്പോൾ അറിയാം. നമുക്ക് പോരട്ടെ. പുകഴ്ത്തുകയാണെന്ന് വിചാരിക്കരുത്. ഈനാം വെച്ചിക്ക് മരപ്പെട്ടി കൂട്ടും. അത് പറഞ്ഞപ്പോ എന്തൊരു സന്തോഷം. വളരെ വളരെ കറക്റ്റ് ആയിട്ടുള്ള മറുപടി ആയിരുന്നു. ഇനി അടുത്ത് ഇത് നമ്മൾ വാളെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് വെട്ടുമടിച്ച പോലെ ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ മറ്റൊരു അവസരം തരാം. വാളെടുത്ത് കൈ കൊടുത്ത് വെട്ടുമടിച്ച പോലെ. നീ നന്നായിട്ട് സംസാരിക്കുന്നു. പെട്ടെന്നുണ്ടാക്കിയൊരു പഴഞ്ചൊല്ലായിരുന്നു. താങ്ക് യു. ശരി, അപ്പോ ഞാൻ വേറൊരു ചാൻസ് തരാം. അത് സുരാജേട്ടനാണ് ഈ അവസരം. കലാഭവൻ ഷാജോണെന്ന് ഉത്തരം വരുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമുള്ളൊരു പഴഞ്ചൊല്ല് സുരാജേട്ടൻ പറയാം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. അനുഭവത്തിന്റെ വെളിച്ചത്തില് കള്ളൻ കപ്പലിൽ തന്നെ. മാറി. അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു സെഗ്മെന്റ് ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു. ഡബ് സ്മാഷ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? കുറച്ച്. ഓക്കെ. ഞാൻ അപ്പൊ ചെയ്തിട്ടില്ല. ഇല്ല. അപ്പൊ ഇതൊരു അവസരമാണ്. ചെയ്ത് പഠിച്ചിട്ട് പോയാൽ മതി. നല്ല കൂടുതലുള്ള ഒരു വേഷം തന്നെ അങ്ങ് തരാം. നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരമായ ഒരു ചിത്രമുണ്ട്, പഞ്ചാബി ഹൗസ്. പഞ്ചാബി ഹൗസിലെ നമ്മുടെ ഹോസ്പിറ്റൽ സീൻ ഉണ്ട്. ദിലീപേട്ടൻ, ഹനീഫുക, ഹരിശ്രീ അശോകൻ ചേട്ടൻ. അതിൽ ഹരിശ്രീ അശോകൻ ചേട്ടൻ താങ്കൾ, ദിലീപേട്ടൻ ഞാൻ, കൊച്ചിൻ ഹനീഫ ചേട്ടൻ. ആ സീക്വൻസ് എല്ലാവർക്കും അറിയാം. നമ്മൾ അത് കാണുമ്പോൾ ചിരിച്ച് മണ്ണ് കപ്പുന്നതാണ്. ഇവിടെ ഇനി എന്ത് കപ്പുമെന്ന് അറിയില്ല. എന്തായാലും ഒന്ന് എടുത്തു നോക്കാം. ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഇവൻ ചിക്കിലുള്ള വീട്ടിലെ പയ്യനാണെന്ന്. ഇവനെ രക്ഷപ്പെടുത്തിയ മകൾ ഒരു 5 ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ? ആരോട് മേടിക്കും? അവന്റെ ഡാഡിയുടെ കയ്യിന്ന്. ഡാഡി നിനക്കറിയാമോ? അത് മമ്മിക്ക് അറിയാലോ. മമ്മി നിനക്കറിയാലേ? അത് ഇവനറിയാലോ. ഇവനാരടാ? അത് അവർക്കറിയാലോ. ആർക്ക്? ഡാഡിക്കും മമ്മിക്കും. ഡാഡി മമ്മി ആരടാ? ഇവൻ ആരാണെന്ന് അറിയാതെ അവരാരാന്ന് ചോദിക്കാൻ പറ്റുമോ? ഇവൻ ആരാന്നറിയാൻ ഒരു ഐഡിയ. ഇവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവനെ തന്നെ കാണിച്ചിട്ട് ഇതാരാന്ന് ചോദിച്ചാ പോരെ? അപ്പൊ അവൻ പറയില്ലേ ഇവൻ ആംഗ്യഭാഷ മനസ്സിലാവൂ, ഇവൻ ബദിരനും മൂങ്ങനുമാണ്. മോനെ ഞാനേ കേരളത്തിന് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ നാടുകളും ആംഗ്യഭാഷ കാണിച്ചു തരാം. ആംഗ്യഭാഷയിൽ അതെന്താ മുതലാളി? ഇവിടെ കണ്ണൂരിന്നാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് മനസ്സിലായില്ലേ? പറഞ്ഞപ്പോ മനസ്സിലായി. ഈ പൊട്ടന് മനസ്സിലായി, എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടന് മനസ്സിലായിട്ടില്ല. കാലടി ചോദിക്കും മുതലാളി. കാല് 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 അടി. അയ്യോ, കാലടി വെട്ടൂര് ചോദിക്കട്ടെടാ, വെട്ടൂര് ചോദിക്കാൻ വെട്ടിക്കൊല്ലും പണ്ടാരടക്കാൻ അവനേത് ഗുദാമെങ്കിലാകട്ടെ. ഓക്കെ, അശോകൻ ചേർത്തു, ഹനീഫിക്കയും ചേർത്തു. നന്നായിരുന്നു. വീണ്ടും ലൂണാർസ് കോമഡി സൂപ്പർ നൈറ്റിൽ ഷാജോണും സ്നേഹയും എത്തിയിരിക്കുകയാണ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും നേരം കുറച്ച് അനുഭവങ്ങളൊക്കെ പങ്കുവച്ചു. കോമഡി, പാട്ട്, ഇതെല്ലാമായിട്ട് വളരെ രസകരമായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. ഷാജോണ് ഇപ്പോൾ എടുത്തു പറയാൻ പറ്റുന്ന ഒരുപാട് വേഷങ്ങളുണ്ട്. അത് ഒന്നുകൂടി എനിക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന സിനിമയിൽ ഷാജോണിൻ്റെ അസാധ്യ പ്രകടനമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇറങ്ങിയ എല്ലാ സിനിമകളിലും മികവുറ്റ വേഷങ്ങളാണ് താങ്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കലാജീവിതത്തിൽ ഇനിയും നല്ല നല്ല വേഷങ്ങൾ, നല്ല നല്ല ക്യാരക്ടർ ചെയ്യാൻ അവസരം കിട്ടട്ടെ, നല്ല നല്ല വേഷങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ
സ്നേഹ വരുന്ന പടത്തിലെല്ലാം പൊളിക്കുകയാണ് കേട്ടോ. അതെ, ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാജമ്മ അറ്റ് യാഹു എന്ന സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ചു പോയി. അത്രയേറെ നല്ല കോമ്പിനേഷനും നല്ല രസകരമായിട്ടുള്ള ഹ്യൂമർ സിറ്റുവേഷനുമായിരുന്നു. ഒരുപാട് സന്തോഷം. രാജമ്മ അറ്റ് യാഹു തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ്. അതിൻ്റെ ഒരു ചെറിയ ട്രെയിലർ ഇനി കാണാത്തവർക്ക് ഒരു പ്രചോദനമാവാൻ വേണ്ടി ഇവര് രണ്ടുപേരെയും കൂടാതെ നമുക്ക് ട്രെയിലർ കൂടി ഒരുക്കി കൂടെ കാണാം. റെഡി? ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് രാജമ്മ, ഇത് യാഹു. എന്നെന്ത് ചെയ്യും? കാശിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അഭിമുഖിനെ കണ്ടാൽ മതി. അത് ഞാൻ ഏതോ ഒരു ദുർബല ദിവസത്തിൽ അറിയാതെ പറഞ്ഞുപോയി. അത് വെച്ച് നിങ്ങൾ കുറെ കാലം ഒന്നും ചെയ്യാതെ നടത്തിയില്ലേ, ഇനി അത് നടക്കൂല. നമസ്കാരം. ഓനിട്ടിക്കണം മോതിരത്തിൽ പൊറോട്ട അടിക്കാലോ. പൊറോട്ട മാത്രമല്ല മസാലോസും ചൂടാം. എന്തൊക്കെ കഴിക്കാൻ ആഗ്രഹമുണ്ടോ അതൊക്കെ വിളിച്ച് പറഞ്ഞോളൂ. നീ ആദ്യം പറയും. ആദ്യം കണ്ടപ്പോ തന്നെ ഓളെ എനിക്ക് ഭയങ്കര ഇഷ്ടായി. പക്ഷേ എങ്കിൽ കാമുകിമാർ അകന്ന് നിൽക്കുമ്പോ കൽക്കണ്ടവ, അടുത്ത് വരുമ്പോ ചൊറിയാൻ മുഴുവ ചൊറിഞ്ഞോണ്ടേയിരിക്കും. അതിനെ ഞാൻ കുടിച്ചിട്ടില്ലല്ലോ. എന്റെ മനസ്സറിഞ്ഞ് ആരുടെ എഴുതിയത്? പാപ്പ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേലി. നിനക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? സണ്ണി ലിയോണുണ്ട്. പിന്നെ സണ്ണി ലിയോണ്ട് സ്വന്തം കുടുംബം ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ കലക്കലുകളൊക്കെ ഒരു തെറ്റാണോ വെക്ക? അതൊക്കെ ഒരു ഭാഗ്യല്ലേ ഇത്ത? കൺഫേം അല്ലേ? ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ-പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസിന്റെ ചിരി അരങ്ങിന് ഒരു ചെറിയ ഇടവേള. കൈരളി TMT സ്റ്റീൽ ബാസ്, ഇത് കലക്കിട്ട ബ്രോ. ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഇവൻ ചിക്കിലുള്ള വീട്ടിലെ പയ്യനാണെന്ന്. ഇവനെ രക്ഷപ്പെടുത്തിയ പകൽ ഒരു 5 ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ? ആരോട് മേടിക്കും? അവന്റെ ഡാഡിയുടെ കയ്യിൽ നിന്ന്. ഡാഡി നിനക്കറിയാമോ? അത് മമ്മിക്ക് അറിയാലോ. മമ്മി നിനക്കറിയാലേ? അത് ഇവനറിയാലോ. ഇവനാരടാ? അത് അവർക്കറിയാലോ. ആർക്ക്? ഡാഡിക്കും മമ്മിക്കും. ഡാഡി മമ്മി ആരടാ? അവര് ഇവൻ ആരാണെന്ന് അറിയാതെ അവരാരാന്ന് ചോദിക്കാൻ പറ്റുമോ? ഇവൻ ആരാന്നറിയാൻ ഒരു ഐഡിയ. ഇവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവനെ തന്നെ കാണിച്ചിട്ട് ഇതാരാന്ന് ചോദിച്ചാ പോരെ? അപ്പൊ അവൻ പറയില്ലേ ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ, ഇവൻ ബദിരനും മൂങ്ങനുമാണ്. മോനെ മോനെ, ഞാനേ കേരളത്തിന് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ നാടുകളും ആംഗ്യ ഭാഷ കാണിച്ചു തരാം. ആംഗ്യ ഭാഷയിൽ ആംഗ്യ ഭാഷ അതെന്താ മുതലാളി? ഇവിടെ കണ്ണൂരിന്നാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് മനസ്സിലായില്ലേ? പറഞ്ഞപ്പോ മനസ്സിലായി. ഈ പൊട്ടന് മനസ്സിലായി, എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടന് മനസ്സിലായിട്ടില്ല. കാലടി ചോദിക്കും മുതലാളി. കാല് 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 ജബ അടി. അയ്യോ, കാലടി കാലടി കാലടി. വെട്ടൂര് ചോദിക്കട്ടടാ, വെട്ടൂര്. വെട്ടൂര് ചോദിക്കാൻ വെട്ടിക്കൊല്ലും പണ്ടാരടക്കാൻ അവനേത് ഗുദാമെങ്കിലായിട്ട്. കൈരളി TMT സ്റ്റീൽ ബാസ്, ഇത് കലക്കിട്ട ബ്രോ. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ-പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ്. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് സിനിമ കാണാനുള്ളൊരു ആകാംക്ഷയില്ലേ? തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുക. രാജമ്മ അറ്റ് യാഹു എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ തോന്നുന്ന ആ ഒരു കുസൃതിയും ആ ഒരു നിഷ്കളങ്കതയും ആ ഒരു കൗതുകമൊക്കെ തന്നെയാണ് ഈ സിനിമ കൊണ്ട് ഇത് അണിയിച്ചിരിക്കുന്ന അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഞങ്ങൾ ഉറപ്പ് തരുന്നു, ഒരു 2.25 മണിക്കൂർ സമയം എല്ലാം മറന്ന് പൊട്ടിച്ചിരിക്കാൻ നിങ്ങൾക്ക് കിട്ടും. സ്നേഹ, എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, അത്ര തന്നെ പറയാനുള്ളൂ. പിന്നെ ഒരു ചായ. വലിയൊരു എന്താ പറയാ, ഭയങ്കര ട്വിസ്റ്റ് അങ്ങനെയൊന്നുമല്ല, ഭയങ്കര ഒരു നോർമൽ സിനിമയാണ്. നമുക്ക് ചിരിക്കാം, നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്കത് ആസ്വദിക്കാൻ പറ്റും. എല്ലാരും ഈ പോയി വെള്ളാടി കാണാം. സെർട്ട് ഒന്നും എന്റെ വീട്ടിൽ നടക്കൂല. പോണ പറയല്ലേ ചേട്ടാ. നീ ചുമ്മാ എല്ലാം വിളിച്ച് പറയുന്നത്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ-പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസിന്റെ മറ്റൊരു രസകരമായ ഒരു തകർപ്പൻ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കാണാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ബൈ.